നഹൂമിൻ്റെ പ്രവചന പുസ്തകം, പഴയ നിയമ പ്രവചന പുസ്തകമായ നഹൂമിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരികയാണ്. നഹൂമിൻ്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യം ദൈവവചന ചിന്തകൾക്ക് ആധാരമായി നാം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം കരത്തിനകത്തുള്ളവരെല്ലാം അതെടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക. നഹൂമിൻ്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യം. ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളയുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്ത് കളയുകയും ചെയ്യും. സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനമെന്ന് പഴയ നിയമത്തിനകത്ത് ദൈവം വിളിച്ച ഒറ്റ കൂട്ടമേ ഉള്ളൂ. അവരുടെ പേര് ഇസ്രായേൽ എന്നാണ്. ഇത് എൻ്റെ ജനം എന്ന് ദൈവം അവകാശപ്പെട്ട പഴയ നിയമത്തിനകത്ത് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അവരുടെ പേര് ഇസ്രായേൽ എന്നാണ്. ആ ഇസ്രായേൽ അനുഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് ആ വാക്യത്തിനകത്ത് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. 1, അവർ അനുഭവിക്കുന്നൊരു നുകം. 2, അവർ ആയിരിക്കുന്നൊരു ബന്ധനം. സ്തോത്രം. 2 പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന, അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട അവസ്ഥകൾ. 1, നുകത്തിൻ്റെ കെട്ടും, 2, ബന്ധനത്തിൻ്റെ കുരുക്കും. സ്തോത്രം. എന്നാൽ ഈ വാക്യം കർത്താവിൻ്റെ ദാസൻ വായിച്ചപ്പോൾ നിങ്ങൾ ആ വാക്യം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിന്റെ മേൽ നിന്നും ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ അറുത്ത് കളയുകയും ചെയ്യും. 1, അവൻ്റെ നുകം ഞാൻ നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും എന്ന് വെച്ചാൽ ഈ ബന്ധനം അല്ലെങ്കിൽ ഈ നുകം വന്നത് എവിടെ നിന്നോ ആണ്, പുറത്തു നിന്നാണ്. ഈ നുകം ഞാൻ ഒടിച്ചു കളയും, അവൻ്റെ നുകം ഞാൻ ഒടിച്ചു കളയും എന്ന് വേദപുസ്തകം പറയുമ്പോൾ ആരാണ് അവനെന്നറിയണം. പഴയ നിയമ പ്രവചന പുസ്തകത്തിനകത്ത് അവൻ എന്ന് പറയുന്ന ഈ വാക്ക് അശൂർ എന്ന് പറയുന്ന ഒരു രാജകീയ മേഖലകളുമായി, അല്ലെങ്കിൽ അശൂർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായി കണക്റ്റഡ് ആണ് ഈ വാക്കെന്ന് പറയുന്നത്. അശൂരിൻ്റെ നുകം ഞാൻ നിന്നിൽ നിന്നും ഒടിച്ചു കളയും. ഒരു പക്ഷേ പുറത്ത് ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അശൂർ എന്ന് പറയുന്ന വാക്കൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് അശൂരെന്നും അശൂരിനെ കുറിച്ച് ലവലേശം മനസ്സിലാക്കാത്തവരുമൊക്കെ പുറത്ത് ഈ സന്ദേശം കേൾക്കുന്നവരിലുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ 3-4 ചിന്തകൾ അതിനോട് ചേർത്ത് ഞാൻ ഇടകലർത്തി പറയാം. എന്താണ് അശൂർ? അശൂർ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് യുദ്ധം ചെയ്യാൻ അശൂർ പാളയം ഇറങ്ങിയാൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യുദ്ധത്തിനകത്ത് ജയിച്ചു കയറുന്നത് മാത്രമല്ല, പിന്നെയോ യുദ്ധത്തിനകത്ത് അവർ ജയിച്ചാൽ ആരെ പരാജയപ്പെടുത്തുന്നോ, ആരെ ഇവർ തകർക്കുന്നോ, ആ തകർക്കപ്പെട്ടും ആ പരാജയപ്പെട്ടും ഇരിക്കുന്ന ജനത്തിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞു മാറ്റി മൃഗീയമായൊരു ജയം ആഘോഷിക്കുന്ന ശത്രുപാളയത്തിൻ്റെ പേരാണ് അശൂർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അശൂർ പാളയം ഒരു പട്ടണത്തിൽ ചെന്നൊരു രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്താൽ ചുമ്മാതെ യുദ്ധം ചെയ്ത് ജയിച്ചവർ തിരിച്ചു വരത്തില്ല. അവർ തോൽപ്പിച്ച് നിസ്സഹായരായി കിടക്കുന്ന ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റി ആ തൊലിയുമായിട്ട്, ആ സ്കിന്നുമായി, ആ മാംസവുമായിട്ട് ഇവരുടെ സ്വന്തം പട്ടണത്തിൽ ചെന്ന് ഇവരുടെ മതിലിൻ്റെ മുകളിൽ ഇത് തൂക്കിയിടും. എന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചു എന്ന് കാണിക്കാൻ ഒരു മൃഗീയ സംസ്കാരം കുടികൊള്ളുന്ന പട്ടണമാണ് അശൂർ എന്ന് പറയുന്നത്. സ്തോത്രം. അതൊന്നാം ചിന്ത. 2ാമത്തെ കാര്യം, അശൂരിൻ്റെ ഏറ്റവും വലിയ സ്വാധീനങ്ങളിലൊന്ന് പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്നു, അശൂർ രാജാക്കന്മാർ ചിലതിനെ തിന്നുകളയും. എന്ന് വെച്ചാൽ തിന്നുക എന്നുള്ള വാക്ക് അക്ഷരിക പദമായിട്ടല്ല, അവിടെ ഒരു ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിട്ട്. തിന്നിരിക്കുക, തിന്നുക എന്ന് പറഞ്ഞാൽ ശത്രുപാളയത്തെ വിഴുങ്ങിക്കളയുന്ന സ്വാധീനമാണ് അശൂരിനകത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക സ്വാധീനമാണ്. വിഴുങ്ങിക്കളയുക, തിന്നുകളയുക, തീർത്തുകളയുക. കുടുംബത്തിനകത്ത് ഇനി ഒന്നിനെപ്പോലും ശേഷിപ്പിക്കാതെ അശൂർ ഒരു പട്ടണത്തിനകത്ത് ഇറങ്ങി വന്നാൽ ഒരു വീടിൻ്റെ അടിവേര് പറിച്ചു മാറ്റി അവിടുത്തെ മക്കളാകട്ടെ, അവിടുത്തെ അപ്പനാകട്ടെ, അവിടുത്തെ പ്രായമുള്ളവരാകട്ടെ, ആ ദേശത്തിനകത്ത് വാക്തത്വങ്ങളായി എത്ര പേർ ഇറങ്ങി നിന്നാലും അശൂർ രാജാക്കന്മാർ അതിനെ വിഴുങ്ങിക്കളയും, അതിനെ തിന്നുകളയും. പഴയ നിയമത്തിനകത്ത് അശൂർ രാജാക്കന്മാർ ചിലതിനെ തിന്നുകളയുമെന്ന് പ്രവാചക പുസ്തകം പറയുമ്പോൾ പുതിയ നിയമത്തിനകത്ത് അതിന് തത്തുല്യമായൊരു വാക്ക് ഞാൻ പറയാം. സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന ഭാവത്തിൽ ചുറ്റി നടക്കുക. എന്ന് വെച്ചാൽ പഴയ നിയമത്തിനകത്ത് അശൂർ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് സാത്താനിക പ്രതീകത്തിന് തുല്യമാണ്. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചിന്ത കേൾക്കുന്നതെങ്കിലും ഹൃദയം തുറന്നൊരു വാക്ക് പറയണം. ദേശത്തിനകത്ത് ചെതിൻ്റെ വേരുറയ്ക്കാതെ
അടിവേര് പറിച്ച് പുറത്തു കളയാൻ ഞങ്ങളുടെ മക്കളെ മിഴുങ്ങിക്കളയുന്ന അശൂർ രാജാക്കന്മാരുടെ സ്വാധീനത്തെ ഈ മഹായോഗത്തിന്റെ 2ാം രാത്രിയിൽ ആത്മാവിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അമ്മമേ, ചിലതിൻ്റെ അഡ്രസ് ഇല്ലാതാക്കി മാറ്റാൻ, ചിലതിൻ്റെ അടിവേര് പറിച്ച് പുറത്തു കളയാൻ, ചില കുടുംബത്തെ ദേശത്തിൽ വേരുറപ്പിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങൾക്കറിയാമോ, ആഗ്രഹിച്ച് വിവാഹ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കുടുംബങ്ങളെ പോലും ഒറ്റ വർഷം വിവാഹ ജീവിതത്തിനകത്ത് തികച്ചനന്തരം രണ്ടുപേരെയും ചിതറിച്ച് കളയുന്ന ഒരു അശൂർ വ്യാപാരത്തിന്റെ പദ്ധതി ഈ ദേശത്തിനകത്ത് അടക്കി ഭരിക്കുന്നെങ്കിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാത്ത അശൂർ പാളയം ചില കുടുംബങ്ങളെ വിഴുങ്ങിക്കളയുമ്പോൾ അലറുന്ന സിംഹത്തിന്റെ സാത്താനിക പ്രതീകമായ അശൂരിനെ ഇന്ന് രാത്രി ജയിക്കണമെങ്കിൽ ആ സിംഹത്തിന്റെ ശക്തിയെ തോൽപ്പിക്കാൻ കഴിവുള്ള മറ്റൊരുത്തൻ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. അത് മറ്റാരുമല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഇന്ന് രാത്രിയിൽ അതിനകത്തൊരു യുദ്ധം ചെയ്ത് ചില കുടുംബങ്ങളെ യേശു വിടിവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ചേർന്ന് കരമൊന്നടിച്ച് കർത്താവിന് ഒരു മിനിറ്റ് നന്ദി പറഞ്ഞാട്ട് അശൂർ പാളയങ്ങളെ ജയിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളുടെ പട്ടണത്തിനകത്ത് തരുന്നതിനായി സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് പറയുമ്പോൾ അതൊരു ദേശത്തിന്റെ ദൂതാണെന്നൊരു തോന്നിയം ആമേൻ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ടോ? സത്യസന്ധമായി സിൻസിയറായി ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഈ ഒരു ഭാഗം പ്രസംഗിക്കാനൊന്നുമല്ല ഇന്ന് രാത്രി ഞാൻ യോഗത്തിനകത്ത് കയറി വന്നതാണ്. ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ എനിക്ക് തന്നിരിക്കുന്ന മനോഹരമായ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒത്തിരി നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് അത്ഭുത മന്ത്രിയായ കർത്താവുമായി ചേർന്നൊരു പിടി ആത്മീയ ദൂതുകൾ ദേശത്തിന് വേണ്ടി പങ്കുവെച്ചും പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത മാനുഷിക തലത്തിനകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഉൾത്തിരിഞ്ഞ കാരണത്താൽ അങ്ങനെ ഒരു ഭാഗമൊക്കെ പ്രിപ്പയർ ചെയ്താൽ ഇന്ന് രാത്രി ഞാൻ യോഗത്തിനകത്ത് കയറി വന്നത്. പക്ഷേ അല്പം നേരത്തെ ഈ സ്റ്റേജിനകത്ത് വന്നിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനകൾക്ക് പാട്ടുപാടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതരെ തിരിച്ചും പറഞ്ഞു, അല്ല, ഈ വിഷയം സംസാരിച്ചാൽ മതി. സ്തോത്രം. ഒരുപക്ഷെ സഭാ ഹോളിനകത്ത് വെച്ച് നടക്കുന്ന ആത്മീയ യോഗങ്ങൾക്കകത്ത് ദൂതൊക്കെ തിരിക്കപ്പെട്ട നിരവധി എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു പ്രിപ്പയർ ചെയ്ത മെസ്സേജുമായിട്ട് പൊതുവേദിക്കകത്ത് കയറി വന്നിട്ട് ആ ഭാഗം സംസാരിക്കേണ്ട, ഈ വിഷയം സംസാരിച്ചാൽ മതി എന്നുള്ള പെട്ടെന്നുള്ള തിരുവൊക്കെ വെളിപ്പെട്ട് വരുന്ന ഒരു പൊതുവേദികൾ എനിക്കാദ്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ദൂതിനെ തിരിച്ച് ദൈവമാണെങ്കിൽ ഈ വിഷയത്തിനകത്ത് ദൈവത്തിന് ദേശത്തിൽ എന്തോ ചെയ്യാനുണ്ട്. അശൂർ രാജാക്കന്മാരെ തിന്നുകളയുന്ന സ്വാധീനങ്ങളെ, മിഴുങ്ങിക്കളയുന്ന സ്വാധീനങ്ങളെ, വചനത്തിനൊരു ശക്തിയുണ്ടെങ്കിൽ ആ വചനത്തിന്റെ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ അതിനെ ജയിക്കുന്ന ഒരു വലിയ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇരിക്കുന്ന കുടുംബങ്ങൾ ആദ്യം രക്തം കൊണ്ട് മുദ്ര ചെയ്ത് എന്നിട്ട് പുറത്തുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പന്തലിനകത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആദ്യം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിട്ട് പറ, എന്റെ വീടിനെ ഇനി വിഴുങ്ങിക്കളയാൻ സാത്താനിയ ശക്തികൾക്ക് കഴിയത്തില്ല. എന്റെ മക്കളെ വിഴുങ്ങിക്കളയാൻ, അവരുടെ ഭാവിയെ വിഴുങ്ങിക്കളയാൻ, എന്റെ തലമുറയുടെ ജീവിതത്തെ വിഴുങ്ങിക്കളയാൻ, അവരുടെ കുടുംബ ജീവിതത്തെ വിഴുങ്ങിക്കളയാൻ ഇനി സാത്താനിയ ശക്തികൾക്ക് കഴിയില്ല. അശൂർ രാജാക്കന്മാരെ ജയിക്കുന്ന ഒരു ദാവീദ് ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ യോഗത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അശൂർ രാജാക്കന്മാർ ചിലതിനെ തിന്നുകളയും, 2 അതിന്റെ തൊലി ഉരിയും. ഇനി 3ാമത്തെ സ്വാധീനം കേൾക്കണം. 2 രാജാക്കന്മാർ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 19:17 വാക്യം പറയുന്നു, അശൂർ രാജാക്കന്മാർ ദേശത്തിനകത്ത് ശൂന്യത വരുത്തുന്ന ശക്തിയാ. ശൂന്യത വരുത്തുക എന്ന് പറഞ്ഞാൽ ഓട്ടസഞ്ചിക്കകത്ത് നന്മയിടുന്നത് പോലെ നിന്റെ നന്മകൾ ചോർന്നു പോകുന്ന ഒരു ജീവിത ശൈലിക്കകത്താ നീ ഉള്ളതെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അശൂർ പാളയം നമ്മുടെ വീടിനകത്ത് കുടിയേറി പാർക്കുണ്ടച്ച. സ്തോത്രം. എന്തു വിതച്ചാലും കൊയ്യാൻ കഴിയില്ല, കരം ശൂന്യമായി ബാക്കി നിൽക്കും. ശൂന്യത വരുത്തുന്ന സ്വാധീനം ദൈവത്തിൻ്റെതല്ല, കാരണം ദൈവം നിറയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം. സമയം മുതൽ പകൽ മുഴുവൻ, പകൽ അന്തിയോളം പണിയെടുത്തു വീട്ടിനകത്തു നന്മ കൊണ്ടുവരും. ഉറുമ്പ് സ്വരുക്കൂട്ടുന്നത് പോലെ നന്മയൊക്കെ ശേഖരിച്ചു കൊണ്ടുവരും. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ കയ്യിലൊന്നും കാണത്തില്ല. പാസ്റ്ററേ, ഓട്ടസഞ്ചിക്കകത്ത് നന്മയിടുന്നത് പോലെ നന്മകൾ ചോർന്നു പോകുന്ന ഒരു ശൂന്യത നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ അതാണ് അശൂർ പാളയത്തിന്റെ സ്വാധീനമാ. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്ന ശൂന്യതയുടെ കെട്ടഴിയണമെങ്കിൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവസഭ ദേശത്തിനകത്ത് വേരുറയ്ക്കണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അപ്പൊ സാത്താന്യ ശക്തികൾ ശൂന്യമാക്കും.
എന്നാൽ ദൈവം ശൂന്യമാക്കുന്നവനല്ല, ദൈവം നിറയ്ക്കുന്ന ദൈവമാ. സ്വന്തം വീട് വിട്ടേച്ച് വന്ന സ്ഥലത്തെ നോക്കി കരമുയർത്തി പറയാമോ, എൻ്റെ വീടിനെ ഇന്ന് രാത്രി ദൈവം നിറയ്ക്കും. സ്തോത്രം. തലമുറകളെ പേര് പറഞ്ഞിട്ട് പറയാമോ, എൻ്റെ മക്കളെ ദൈവം നിറയ്ക്കും, അവരുടെ ഭാവി ദൈവം നിറയ്ക്കും, എൻ്റെ ശരീരം ദൈവം നിറയ്ക്കും, എൻ്റെ മാനസിക ബലം ദൈവം നിറയ്ക്കും, എൻ്റെ അകത്തൊരു വലിയ ദൈവകൃപയുടെ ആത്മാവിനെ ദൈവം നിറയ്ക്കും, ഞാനൊരു നന്മ കാണും എന്നൊക്കെ പറയാൻ പ്രാപ്തിയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടേ ഞാൻ പറയാം, നിങ്ങൾ അശൂർ രാജാക്കന്മാരെ ജയിക്കുന്ന ദൈവകൃപയ്ക്കകത്ത് ഇന്ന് രാത്രി നിൽക്കുകയാണ്. സ്തോത്രം. അശൂർ രാജാക്കന്മാരുടെ 4ാമത്തെ സ്വാധീനം നഹൂമിന്റെ പുസ്തകം തന്നെ 1:14 വാക്യം, നമ്മൾ വായിച്ച വാക്യത്തിന്റെ അധ്യായത്തിന്റെ 1:14 പറയുന്നു, അശൂരിന്റെ 4ാമത്തെ സ്വാധീനം അത് വിഗ്രഹങ്ങൾ കൊത്തുണ്ടാക്കിയ സ്വാധീനങ്ങൾ നിറഞ്ഞാടുന്ന വണ്ണത്രേ. 14 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. എന്നാൽ യഹോവ നിന്നെ കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തെയും വാത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ച് കളയും. എന്ന് വെച്ചാൽ അശൂർ രാജാക്കന്മാരുടെ മണ്ണിനകത്ത് കൊടികുത്തി വാഴിയ കൊത്തി ഉണ്ടാക്കിയ രൂപങ്ങൾ നിറഞ്ഞാടുന്ന സ്വാധീനമാണ്. 4 ശക്തികളാണ് അശൂർ രാജാക്കന്മാരുടെ പിന്നിൽ വ്യാപരിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്നു, ഈ സംസ്കാരമുള്ള അശൂർ പാളയത്തെ, അതിന്റെ നുകത്തെ ഞാൻ നിന്നിൽ നിന്നും ഓടിച്ചു കളയും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അശൂർ രാജാക്കന്മാരുടെ മുഖം ഒടിച്ചു കളയുമെന്ന് പറഞ്ഞ് അവിടം കൊണ്ട് നിർത്താതെ അടുത്ത വാക്യം ദൈവം പറയുന്നു, മുഖം മാത്രം ഒടിഞ്ഞാൽ പോരാ, നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്ത് കളയുകയും ചെയ്യും. അപ്പൊ 2 പ്രധാനപ്പെട്ട ചിന്ത. മുഖമെന്ന് പറഞ്ഞാൽ, മുഖത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ തലനരച്ച അപ്പച്ചന്മാർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടല്ലോ, അവരോട് ചോദിക്കേ എന്തുവാ മുഖം. മുഖമെന്ന് പറഞ്ഞാൽ അവർ പറയും, 2 കാളകളെ തമ്മിൽ ഏകീകരിപ്പാൻ, ഏകോപിപ്പിക്കാൻ ആ കാളയുടെ മുകളിൽ എടുത്തു വെക്കുന്നൊരു വലിയ തടിക്കഷ്ണമുണ്ട്, അതിന്റെ പേരാണ് നുകം എന്ന് പറയുന്നത്. കാളയുടെ മുകളിൽ ഒരു നുകം എടുത്തു വെച്ച് അതിനെ യാത്ര ചെയ്യിപ്പിച്ചാൽ അത് യാത്ര ചെയ്യും, കാൽ സ്റ്റെപ്പുകൾ മുമ്പിലോട്ട് എടുത്തു വെക്കും, അത് ജോലിയൊക്കെ ചെയ്യും. പക്ഷേ കാളകളുടെ മുകളിൽ നുകം കെട്ടിവെച്ചാൽ അതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. അതിനിഷ്ടമുള്ള കാര്യം അതിന് ചെയ്യാൻ കഴിയില്ല, തീർന്നില്ല. ആമേൻ, സ്തോത്രം. അത് മറ്റാരാലോ നിയന്ത്രിക്കപ്പെടുന്ന കാളകളായി മാറും. എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ ഒരു നുകം നമ്മുടെ ശിരസിൽ കെട്ടിവെച്ചാൽ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടും. സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നമ്മെ നിന്ന് വഴിമാറിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? തീർന്നില്ല. അപ്പൊ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക മാത്രമല്ല, സ്വാതന്ത്ര്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുക മാത്രമല്ല, മറ്റാരാലോ നിയന്ത്രിക്കപ്പെടുന്നൊരു സ്വാധീനത്തിനകത്ത് നമ്മളായി മാറുകയാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കരമുയർത്തിപ്പറ, നുകം എന്നിൽ നിന്നും അഴിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. നുകമൊരുത്തന്റെ ശിരസിലുണ്ടെങ്കിൽ അവന് യാത്ര ചെയ്യാൻ പറ്റും, കാൽച്ചുവടുകൾ എടുത്തു വെക്കാൻ കഴിയും. പക്ഷേ നുകമൊരുത്തന്റെ ശിരസിനകത്തുണ്ടെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഇതാണ് നുകത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വാക്ക് നുകമെന്നല്ല, ബന്ധനം എന്നുള്ള വാക്കാണ് ബൈബിളിൽ കിടക്കുന്നത്. ബന്ധനം. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ആമേ, സ്തോത്രം. ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്യണ്ടേ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പിന്നെ എല്ലാം വേണമല്ലോ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആണോ? ഇപ്പോൾ ഫാൻ പോലും അതൊരു തണുത്ത അന്തരീക്ഷമൊക്കെ ഒരു കാറ്റ് പോലെ വീശിയടിച്ച് ആ ക്ഷീണങ്ങളൊക്കെ മാറിയല്ലോ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എല്ലാം വേണം, സ്പ്രേ ചെയ്യുന്നത് പോലല്ലേ ഉള്ളൂ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. ബന്ധനം എന്ന് പറയുന്ന അടുത്ത വാക്ക് കുറച്ചും കൂടെ ശ്രദ്ധേയമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു മനുഷ്യൻ ബന്ധിക്കപ്പെടുന്നതിന് 4 തലങ്ങളാണ് ഉള്ളത്. മനസ്സിലാകുന്ന ഭാഷയിൽ ആ 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്ക് പണിതുകൂടാ. അവൻ എന്ന് പറയുന്ന അവിടുത്തെ വാക്ക് ദൈവത്തെ ഉദ്ദേശിക്കുന്നത്. ദൈവം ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. അടുത്ത വാക്ക്, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ബന്ധനം ദൈവിക ബന്ധനങ്ങളാണ്. ഇനി ഈ പന്തലിനകത്തിരിക്കുന്ന ദൈവമക്കൾ കേൾക്കാൻ ഭാഗത്തിൽ ഞാനൊരു ദൂത് പറയാം. ചില ബന്ധനങ്ങൾ കർത്താവ് നിമിത്തമുണ്ടാകുന്ന ബന്ധനങ്ങളാണ്. ദൈവിക ബന്ധനങ്ങളെന്ന് അതിനെ പേര് പറയാം. പഴയ നിയമത്തിനകത്ത് ഹന്ന എന്ന് പറയുന്ന ഒരു മമ്മിയുണ്ട്, ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ ഉദരം ബന്ധിക്കപ്പെട്ടത് പൈശാചിക ശക്തികളല്ല, മന്ത്രവാദികളല്ല, ദേശത്തിന്റെ ആധിപത്യങ്ങളല്ല. ഹന്നായുടെ ഗർഭപാത്രം അടയപ്പെട്ടത് യഹോവ അടച്ചതെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ ദൈവം ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്, വേദപുസ്തകം അത് സമ്മതിക്കുക. പുതിയ നിയമത്തിനകത്ത് പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ബന്ധനങ്ങൾ എന്റെ മുകളിൽ കിടക്കുന്നു. എന്ന് വെച്ചാൽ
കർത്താവ് ബന്ധിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ചില വഴി അടഞ്ഞത്, ചില വിഷയം ബ്ലോക്കായി നിൽക്കുന്നത്, ചില വിഷയത്തിനകത്ത് ബ്രേക്ക് ത്രൂ കിട്ടാതിരിക്കുന്നത് പിശാച് ബന്ധിച്ചതാണോ ദൈവം ബന്ധിച്ചതാണോ? ഇന്ന് രാത്രി മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം. അല്ല, അത് ദൈവം എന്നെ പിടിച്ചു നിർത്തിയതാണെങ്കിൽ ഭാരം വേണ്ട അമ്മാമേ. ചില വിഷയം ദൈവമാ പിടിച്ചു നിർത്തിയതെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ദൈവം തന്നെ അതിന്റെ കെട്ടഴിച്ചു കളയും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ ഒന്നാമത്തെ ബന്ധനം ദൈവിക ബന്ധനങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ ബന്ധനം യോബിന്റെ പുസ്തകം 38-31 വാക്യം പറയുന്നു, മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ, കാർത്തികയുടെ ബന്ധനങ്ങൾ നിനക്ക് അഴിച്ചു മാറ്റാമോ? അപ്പൊ അവിടെ കാണുന്ന രണ്ടാമത്തെ ബന്ധനം മകയിരത്തിന്റെ കാർത്തികയുടെ ബന്ധനങ്ങൾ. ആ വാക്യം ഒന്ന് വായിച്ച യോബിന്റെ പുസ്തകം തന്നെ 38 അധ്യായം അതിന്റെ 31 വാക്യം. കാർത്തികയുടെ ചങ്ങല നിനക്ക്, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച്, കാർത്തികയുടെ ചങ്ങല നിനക്കഴിക്കാമോ, മകയിരത്തിന്റെ ബന്ധനം അഴിക്കാമോ, മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കാർത്തികയുടെ ചങ്ങല, മകയിരത്തിന്റെ ബന്ധനങ്ങൾ. എന്തു വച്ചാ ഈ സംഗതി? കാർത്തിക മകയിരം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ? ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കളുടെ കരം ഒന്ന് കാണട്ടെ. ഹൈന്ദവ മാർഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കളുടെ കരം ഒന്ന് കാണട്ടെ. ഇത്രയും പേരുള്ളൂ? സ്തോത്രം. ഇത്രയും പേരുണ്ടല്ലോ, ഓർത്തു സ്തോത്രം പറയുക. സ്തോത്രം. കാർത്തികയുടെ മകയിരത്തിന്റെ ബന്ധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. എന്ന് വെച്ചാൽ ഇതൊരു ജാതീയ ബന്ധനങ്ങളെ കാണിക്കുക. സ്തോത്രം. അങ്ങനൊരു ബന്ധനമുണ്ടോ? ഉണ്ട്. ഹിന്ദു മാർഗത്തിനകത്തായിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചില സഹോദരിമാരുടെ കല്യാണം നടക്കാൻ അല്പം താമസിക്കും. അപ്പൊ കാരണവന്മാരോട് ചോദിക്കുമ്പോൾ പറയും, കൊച്ചിന്റെ കല്യാണം നടക്കാനുള്ള താമസം എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിന് ദോഷമുണ്ട്. എന്നാ ദോഷമുണ്ട്? ചൊവ്വാദോഷമുണ്ട്. അതൊരു ജാതീയ ബന്ധനമാണ്. സ്തോത്രം. വിശ്വാസത്തിൽ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? നമുക്ക് ചൊവ്വാദോഷവും ഇല്ല, ബുധനാഴ്ച ദോഷവും ഇല്ല, വെള്ളിയാഴ്ച ദോഷം ഒട്ടുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഇതൊരു ജാതീയ ബന്ധനത്തിന്റെ കുരുക്കാണ്. കാർത്തികയുടെ മകയിരത്തിന്റെ ബന്ധനങ്ങൾ. ജാതകപ്രകാരം എന്റെ ആയുസ് എന്ന് പറയുന്നത് 18 വർഷവും 6 മാസമാണ്. 18 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ചത്തൊതുങ്ങുന്ന എന്റെ ജാതകത്തിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. ഇന്ന് എന്റെ പ്രായം 33. സത്യം പറ, ഞാൻ ആ സാധനം എടുത്ത് കത്തിച്ചു കളയണ്ടേ? കത്തിച്ച് കളഞ്ഞ അമ്മേ. വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ ആപ്പൻ ആദ്യം ചെയ്ത കാര്യം ജാതകം എടുത്തങ്ങ് കത്തിച്ച് കളഞ്ഞു. കാരണം ജാതകമല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. കാർത്തികയുടെ മകയിരത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി നിന്നെ ബന്ധിക്കരുത് കേട്ടോ. ജാതീയ ബന്ധനങ്ങളും ചൊവ്വാദോഷവും ഇന്ന് രാത്രി നിന്നെ ബന്ധിക്കരുത്. ഈ ബന്ധനത്തിന്റെ കുരുക്കഴിക്കാൻ ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് സഹോദര, ആകെക്കൂടെ ഒറ്റ ജീവിതമേ ഉള്ളൂ. പെട്ടുപോകല്ലേ. ചില ജാതീയ ബന്ധനവും അന്ധവിശ്വാസം പറഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ ഭാവി നീ തകർക്കല്ലേ. ഇന്ന് രാത്രി യേശുവിലേക്കൊന്നു വാ. അവൻ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം വരുത്തുന്നവനാ. കാർത്തിക മകയിരത്തിന്റെ പൈശാചിക സ്വാധീനത്തിന്റെ കെട്ട് ഇന്ന് രാത്രി അഴിക്കാൻ യേശുവിന്റെ രക്തത്തിനൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. സത്യത്തിൽ ഈ ജാതീയ ബന്ധനത്തിന്റെ പാർട്ടുകളൊക്കെ ഭയങ്കര കേട്ടോ. സ്തോത്രം. ചിലപ്പോഴൊക്കെ 91 സങ്കീർത്തനം വായിച്ച ദൈവമക്കളായ നമ്മൾ പോലും വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ കാറിനകത്തോ ടൂ വീലറിനകത്തോ പെട്ടെന്ന് ഇടവഴിയിലൂടെ ഈടവഴി തന്നെയാണെന്ന് ചിന്തിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ 91 സങ്കീർത്തനം വീട്ടിൽ നിന്നൊക്കെ വായിച്ച് വളരെ സന്തോഷത്തോടെ യാത്ര പോയതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടേ ഒരു പൂച്ച അങ്ങ് കുറുക്കിയാടി എന്ന് ചിന്തിക്കുക. നമ്മൾ പറയും, പൂച്ച കുറുക്കിയാടി, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? സ്തോത്രം. പൂച്ച കുറുക്കിയാടിയാച്ച, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അത് ജാതീയ ബന്ധനമാണ്. എൻ്റെ ചോദ്യം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടാ, കുറുകെ ചാടുന്ന പൂച്ചയാണോ നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്? ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനാണോ നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്? അകന്തളയ്ക്കുന്ന വിശ്വാസത്തോടെ പറയണം, കുറുകെ ചാടുന്ന പൂച്ചയല്ല പാസ്റ്റർ എന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. എന്നെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന എന്റെ ഭാവി നിർണ്ണയിക്കുക. ജാതീയ അന്ധവിശ്വാസത്തിന്റെ ബന്ധനമെല്ലാം പൊളിച്ചു കളയണം കേട്ടോ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അച്ചായൻ അമ്മാമയോട് അമ്മാമ അച്ചായനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. സംസാരത്തിന്റെ മധ്യത്തിൽ അമ്മമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ സത്യമായിട്ട് ഞാനത് മറന്നുപോയത്. അച്ഛൻ അറിയാലോ അച്ഛൻ, ഞാനത് ഓർക്കാൻ, അച്ഛനെ ഒന്ന് വിശ്വസിക്കച്ച, ഞാനത് മറന്നുപോയതാ, നാളെ ഞാനത് ചെയ്യാച്ച. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മൂലക്കെങ്ങാണ്ടിരുന്ന ഒരു പൂച്ച കൂടെ ഒരു പല്ലി കൂടെ അങ്ങ് ചലച്ചു. പല്ലി ചലച്ചപ്പോൾ അമ്മാമ്മ പറയാം, കണ്ടോ, നിങ്ങളാ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ അങ്ങനെ പറയുന്ന ടീംസാ സത്യം. എൻ്റെ ചോദ്യം, കൂടപ്പറപ്പ് കൂട്ടു സഹോദരനായി തന്ന അച്ചായന് നിന്റെ വാക്ക് മനസ്സിലാക്കുന്ന പല്ലിയുടെ ഭാഷ മനസ്സിലാക്കൂ. ഇത് അന്ധവിശ്വാസത്തിന്റെ കൂടാമാമേ. ഇന്ന് രാത്രി ആ ജാതീയ ബന്ധനം അടിച്ചു കളഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങളുടെ ചർച്ചിനകത്തൊരു സഹോദരി, സ്തോത്രം, എൻ്റെ പ്രവർത്തന സ്ഥലത്തിലല്ല, എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നൊരു സഹോദരി. ആ സഹോദരിയുടെ വീടിൻ്റെ ഡെഡിക്കേഷൻ സമയം വന്നു. പ്രാർത്ഥിച്ച് ഡേറ്റുകൾ കേട്ടു. ഇവർ പറഞ്ഞു, പാസ്റ്ററേ പ്രാർത്ഥിച്ച് പാല് കാച്ചാണ്. ഞാൻ പറഞ്ഞു, പാല് കാച്ചുകയില്ല. പാല് കാച്ചുകയല്ലേ, പിന്നെ എങ്ങനെ അടുപ്പ് കത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, പാല് കാച്ചണമെന്ന് എന്നാ നിർബന്ധം? 2 കപ്പം മേടിച്ച് പിടിങ്ങിയാലോ? അതെന്നാ പാല് കാച്ചണ്ടാത്തെ?
ആ മാർഗത്തെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നോണ്ട് എനിക്കറിയാച്ച അത് ഞങ്ങളന്ന് ദൈവങ്ങളെന്ന് വിശ്വസിച്ച ചിലതിന് ഞങ്ങൾ കൊടുക്കുന്ന പ്രീതിയ പാല് കാച്ചുന്ന പരിപാടി. സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തെ അന്നത്തെ കാലത്ത് ഞങ്ങൾ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയെ പാല് കാച്ചൽ കൊടുക്കൽ. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരുടെ മുഖമൊക്കെ വല്ലാതെ ഡള്ളായി. ഞങ്ങളും കാച്ചിയല്ലോ വാസേ പാല്, ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ പറഞ്ഞ് രക്തം കൊണ്ട് അതിനെ ശാസിച്ചാൽ മതി നീ. സ്തോത്രം. അതൊരു ജാതീയ ബന്ധം. കപ്പ മേടിച്ച് പുഴുങ്ങി കൊടുത്തു, എന്നാ ടേസ്റ്റ് ആരെന്ന് അറിയാമോ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ജാതീയ ബന്ധനമാണ്. സ്തോത്രം. ഇങ്ങനെ തുടങ്ങുന്നു. ജാതീയ ബന്ധനത്തിന്റെ കണക്ക് ഭയങ്കരമാണ്. അന്ധവിശ്വാസത്തിന്റെ മേഖലയെ അത് കാണിക്കുന്നു. ഒന്നാമത്തെ ബന്ധനം കർത്താവ് നിമിത്തമുണ്ടാകുന്നത്. രണ്ടാമത്തെ ബന്ധനം ജാതീയ ബന്ധനങ്ങളെ കാണിക്കുക. ഇനി മൂന്നാമത്തെ ബന്ധനം കേൾക്കണം. 107-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നു, അരിഷ്ടത നിമിത്തവും ഇരുമ്പ് ചങ്ങല നിമിത്തവും ഉണ്ടാകുന്ന ബന്ധനം. വായിക്കേണ്ട അച്ഛാ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. അരിഷ്ടത നിമിത്തവും ഇരുമ്പ് ചങ്ങല നിമിത്തവും ബന്ധനം ഉണ്ടാകും. അരിഷ്ടത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥയെ കാണിക്കുക. ഇരുമ്പ് ചങ്ങല അവസ്ഥയല്ലത്, ലിറ്ററലി ഉള്ള കാര്യം കാണിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ ബന്ധിക്കപ്പെടുന്നതിന് മൂന്നാമത്തെ തലവും അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, അരിഷ്ടത ഒരു മനുഷ്യന്റെ അവസ്ഥയെ കാണിക്കുന്നതാ. അതുകൊണ്ട് പുതിയ നിയമത്തിനകത്ത് പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അരിഷ്ടത ഒരു മനുഷ്യന്റെ അവസ്ഥയെ കാണിക്കുന്നു. ഇരുമ്പ് ചങ്ങല അവസ്ഥയെ കാണിക്കുന്നതല്ല, ഇരുമ്പ് ചങ്ങല ലിറ്ററലി ഉള്ള ബന്ധനത്തെ കാണിക്കുന്നതാണ്. ഈ ബന്ധനം എങ്ങനെ ഉണ്ടാകുമെന്ന് 107-ാം സങ്കീർത്തനം തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ഈ അരിഷ്ടതയുടെ ഇരുമ്പ് ചങ്ങലയുടെ ബന്ധനം ഉണ്ടാകും. 107-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിച്ചു. ദൈവത്തിന്റെ വചനങ്ങളോട് ആ വാക്യം അടിവരയിട്ട് പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തവർ ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെടാൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ നീ തിരസ്കരിച്ചാൽ, പടച്ച തമ്പുരാന്റെ ആലോചനയെ നീ നിഷ്ഫലമാക്കി കളഞ്ഞാൽ, വേദപുസ്തകം പറയുന്നു അതൊരു ബന്ധനമാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രായം 33 വയസ്സുള്ള അഭിമന്യു അർജുനൻ എന്ന ഞാനെന്നല്ല, ഈ വേദിക്കകത്ത് ഇന്ന് രാത്രി 3 വയസ്സുള്ളൊരു കൊച്ചു നിന്ന് ദൈവവചനം സംസാരിച്ചാലും ആ വചനത്തെ വേണ്ടിയതുപോലെ നമ്മൾ കൈക്കൊണ്ടില്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു അതൊരു ബന്ധനമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ദേശത്തോട് ഞാനൊരു ദൂത് പറയട്ടെ. കാമസ്തോത്രം. കയ്യിൽ ഒത്തിരി പൈസ ഉള്ളതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആത്മീയ യോഗമാ ഇതെന്ന് ഞാനങ്ങും വിശ്വസിക്കുന്നില്ല. പിന്നെയോ തമ്പുരാന്റെ നിയോഗമനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ വർഷത്തിലും നടത്തുന്ന ഈ ആത്മീയ യോഗം കഴിഞ്ഞ 22 വർഷങ്ങളായി ദേശത്തിന് നടുവിൽ അത്യുന്നതന്റെ ആലോചനയെ ഈ സ്ഥല സഭ ഉയർത്തിക്കാണിക്കുന്നതിന് പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ. എന്റെ ചോദ്യം അച്ഛാ, ഈ കൊടുക്കുന്ന പൈസ, ഈ കൺവെൻഷന് ചെലവഴിക്കുന്ന ഈ പണം വല്ല ഭക്ഷണം അങ്ങാനും കഴിച്ച് ടേസ്റ്റുള്ള ഫുഡ് അങ്ങാനും കഴിച്ച് ചർച്ചിനകത്ത് ഒതുങ്ങിയിരുന്നാൽ പോരെ നമുക്ക്? എന്നിട്ടും ഇല്ലായ്മയിൽ നമ്മൾ ഈ ദേശത്തിന്റെ നടുവിൽ വിത്ത് വിതച്ച് എന്തിനാ ഇങ്ങനെയുള്ള ആത്മീയ യോഗം നടത്തുന്നത്? ദേശം ദൈവത്തിന്റെ ആലോചനയൊന്ന് കേൾക്കണോ? അത്യുന്നതന്റെ ആലോചന ദേശമെന്ന് അറിയണോ? അതറിഞ്ഞാൽ ഉറപ്പ് അവരുടെ ബന്ധനം അഴിയും. എന്നാൽ ഇന്ന് രാത്രി കേൾക്കണേ, അത്യുന്നതന്റെ ആലോചനയെ നീ റിജക്ട് ചെയ്താൽ, നീ തിരസ്കരിച്ചാൽ, നീ വചനത്തോട് മത്സരിച്ചാൽ ബൈബിൾ പഠിപ്പിക്കുന്നു അതൊരു ബന്ധനമാകാൻ സാധ്യതയുണ്ട്. ഇത് മൂന്നാമത്തെ ബന്ധനം. ഇനി നാലാമത്തെ ബന്ധനം ഏതാ? നാലാമത്തെ ബന്ധനം രോഗബന്ധനം. അത് ലൂക്കോസിന്റെ സുവിശേഷം 13:16 പറയുന്നു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ച അബ്രഹാമിന്റെ സന്തതിയായ ഇവളെ ഞാൻ ഈ ശബത്ത് നാളിൽ അഴിച്ചുവിടേണ്ടതല്ലേ? സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചൊരു സഹോദരി. ആ ബന്ധനത്തിന്റെ പ്രശ്നമോ അത് രോഗബന്ധനമാ. രോഗബന്ധനം എന്നുള്ള വാക്കിനെ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ, രോഗവുമായി ബന്ധപ്പെട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന 3 റലങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തെ റലം കേൾക്കണം. സാധാരണ ഒരു മനുഷ്യന് രോഗമുണ്ടാകും. രോഗികളായിരിക്കുന്ന സഹോദരങ്ങൾ ഇന്ന് രാത്രി പന്തലിനകത്തോ പന്തലിന് പുറത്തോ ഉണ്ടെങ്കിൽ ഈ വാക്കൊന്ന് സശ്രദ്ധം കേൾക്കണേ. രോഗം ഒരു മനുഷ്യനിൽ 3 തലങ്ങളിലുണ്ടാകും. ഒന്ന്, സാധാരണ വരുന്ന രോഗങ്ങളുണ്ട്, എന്ന് വെച്ചാൽ നാച്ചുറലി രോഗമുണ്ടാകും. ഉദാഹരണം പറയാം, 10 ജിലേബി 10 ദിവസം ഞാൻ അടുപ്പിച്ച് കഴിച്ചു, എനിക്ക് എന്നാ കിട്ടും? എന്നാ കിട്ടാനാ വാസ? ഇൻസുലിൻ എടുക്കാം, വേറെ എന്നാ കിട്ടാനാ? എല്ലാ ദിവസവും ഞാൻ ചിക്കനും മട്ടനും മാത്രമേ കഴിക്കുന്നുള്ളൂ, എനിക്ക് എന്നാ കിട്ടും? കൊളസ്ട്രോൾ കിട്ടും. സ്തോത്രം. എല്ലാ ദിവസവും ഞാൻ മഴ നനയുന്ന ഒരാളാ, എനിക്ക് എന്നാ വരും? പനി വരും. ഇത് സാധാരണ രോഗങ്ങളാ കേട്ടോ. ഇതിന് ചുമ്മാ പിശാചിനൊന്നും ശാസിച്ചിട്ട് കാര്യമില്ല, ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിന് നമ്മൾ പിശാചിനെ ശാസിക്കുന്നത്. മാന്യമായിട്ട് ഫുഡ് കഴിക്കാൻ മാവേ, ചുമ്മാ എല്ലാ ദിവസവും രാത്രി മന്തി എന്ന് പറഞ്ഞിരിക്കാതെ മാന്യമായ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതൊന്നും ഉണ്ടാകില്ല. ഇത് സാധാരണ വരുന്ന രോഗങ്ങൾ.
കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെങ്ങന്നൂർ ദേശത്തിനകത്ത് വെച്ച് നടക്കുന്ന ഒരു ആത്മീയ യോഗം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ രാത്രി ഏകദേശം 9:30 വളരെ വേഗത്തിൽ ഞാൻ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഒരു അമ്മച്ചീൻ്റെ അടുക്കൽ ഓടി വന്നു പറഞ്ഞു, മക്കളെ സഭയ ഹാളിനോട് ചേർന്നാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്, അവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചേച്ചും പോകണം. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ മമ്മി, ഒന്നാമത് ഇപ്പോഴേ സമയം പോയി, മമ്മി ഒരു കാര്യം ചെയ്യും, എന്നെ ഫോൺ വിളിക്കുക, ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കാം. അല്ല മക്കളെ, വളരെ അർജന്റായ ഒരു വിഷയമാണ്, അത്രയും ഇമ്മീഡിയറ്റ്ലി ഉള്ളൊരു വിഷയമാകുന്നുണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്, അല്ലേ വിളിക്കുകയല്ലോ, മക്കളൊരു വാക്കൊന്നും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അമ്മച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ വീടിനകത്തേക്ക് കയറി ചെന്നു. ഞാൻ അവിടെ ഇരുന്നത് പോലും ഇല്ല. ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, അമ്മച്ചി നിൽക്കാനേ സമയമുള്ളൂ, പെട്ടെന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ജോ മോനെ കസേരയിലൊന്നും ഇരിക്കുന്നു, എന്തായാലും വന്നില്ലേ, ഒന്ന് ഇരിക്കുക. ആ മനോഹരമായ സെറ്റിക്കൊക്കെ തന്നെ പിടിച്ചു നിർത്തി ഒരു കപ്പ് ചായയൊക്കെ തന്നു. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വിഷയം പറയട്ടെ. ഞാൻ പറഞ്ഞു, ആമുഖമൊന്നും വേണ്ട, പറഞ്ഞു പ്രാർത്ഥനാ വിഷയം എന്നാ. മക്കളെ, എൻ്റെ 2 കാൽമുട്ടുകളില്ലേ, ആ 2 കാൽമുട്ടുകൾ, ആ 2 കാൽമുട്ടുകൾക്കും ഭയങ്കര വേദനയാണ്. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്തോ ആയി പ്രായം? 69 കഴിഞ്ഞ് 70 കയറാൻ പോവാന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചു, കാൽമുട്ടുകൾക്ക് വേദനയുണ്ടോ? ഉണ്ട് മക്കളെ, ഭയങ്കര വേദന. ഞാൻ പറഞ്ഞു, എന്നാ പേടിക്കാനൊന്നുമില്ല അമ്മച്ചി. അതെന്നാ 60-70 വയസ്സായിട്ടും കാൽമുട്ടുകൾക്ക് വേദന വന്നില്ലെങ്കിൽ അതിൽ റോബോട്ടിന്റെ കാലാന്ന് പറയേണ്ടി വരും. വെച്ചാ 70 വയസ്സായിട്ടും കാൽമുട്ടുകൾക്ക് വേദന വരാത്തവരുണ്ടെങ്കിൽ സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വരും 70 വയസ്സാകുമ്പോൾ ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, കാലിന് തേയ്മാനം വരും, അസ്ഥികൾക്ക് ബമ്പം വിഷയം. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന്റെ ബോഡിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളായതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ അതിന് സാധാരണ രോഗങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി തള്ളാം. എന്നാൽ രോഗം എന്ന് പറയുന്ന 1-ാം മേഖല ഞാൻ എഴുതി തള്ളുമ്പോൾ 2-ാം തലം ഞാൻ പറയും രോഗമല്ല, രോഗബന്ധനങ്ങളാണ്. അതെങ്ങനെ രോഗബന്ധനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് പറയാം. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു ആന്റി സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ കാര്യം എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായത്. പക്ഷേ ഹോസ്പിറ്റലിനകത്ത് പോയി ഹോൾ ചെക്കപ്പ് ചെയ്തു, റിപ്പോർട്ട് നോക്കിയപ്പോൾ റിപ്പോർട്ടിനകത്ത് ഡോക്ടർ പറയാം റിപ്പോർട്ടിൽ ഒന്നും കാണുന്നില്ലെന്ന്. പക്ഷെ വീട്ടിൽ കയറുമ്പോൾ ശരീരം നുറുകുന്നത് പോലുള്ള വേദനയാണ്. എൻ്റെ സഹോദരിമാരെ, റിപ്പോർട്ടിനകത്തൊന്നും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ, അത് രോഗമല്ല, അത് രോഗാത്മാവാണ്. കാരണം രോഗ റിപ്പോർട്ട് വെളിപ്പെട്ട് വരും, രോഗാത്മാവ് പ്രാർത്ഥനയെ മാത്രമേ വെളിപ്പെട്ട് വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ അടുക്കൽ കൂടെയായ സഹോദരി വന്നപ്പോൾ യേശു പറഞ്ഞു, രോഗമൊഴിഞ്ഞ് സ്വസ്ഥയാകാമല്ല, ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയാകാം. എന്ന് വെച്ചാൽ നിന്നെ കുനിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് രോഗമല്ല സഹോദരി, നിന്നെ കുനിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ബാധ, ഒരു സ്പിരിറ്റാണ്. രോഗബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞേ പറ്റത്തുള്ളൂ. 3, ദൈവഹിതമില്ലാതെ തിരുവത്താഴ ശുശ്രൂഷയ്ക്കകത്ത് കൈനീട്ടിയാൽ വരുന്ന 3-ാമത്തെ ഒരു ബലഹീനതയുണ്ട്. അത് റെയ്നാട് പൊങ്കെ വന്ന് പ്രാർത്ഥിച്ചാലും മാറുകയല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിന് മാനസാന്തരപ്പെട്ടേ വരുള്ളൂ. സ്തോത്രം. ഇപ്പൊ ഈ 3 തലങ്ങളാ ശരീരത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്നു, സാത്താൻ 18 സംവത്സരങ്ങളായി ബന്ധിച്ചിരുന്ന ഇവളുടെ ബന്ധനം ഞാൻ അഴിച്ചു വിടേണ്ടതല്ലേ. ഇത് രോഗബന്ധനമാ. ഇനി ഒരു മനുഷ്യനെ ബന്ധിക്കുന്ന 4-ാമത്തെ തലമാണ് മനുഷ്യൻ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ. ഞാൻ ആ ഭാഗത്തെ വിശദീകരിക്കുന്നില്ല. അത് മാനുഷിക ബന്ധനങ്ങൾ എന്ന് പറയും. ചില മക്കളെ, ചില തലമുറകളെ നോക്കി ചിലർ പറയത്തില്ലേ, ഇവരുടെ ഭാവി രക്ഷപ്പെടത്തില്ല, ഇവര് നന്മ കാണത്തില്ല, ഇവര് എങ്ങും പോകത്തില്ല, ഇവര് വീട്ടിലൊക്കെ. ഇങ്ങനെ ബന്ധുക്കൾ തന്നെ, രക്തബന്ധങ്ങൾ തന്നെ, സ്വന്തം പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയുന്ന മാനുഷികമായ ചില വാക്കുകളുണ്ട്. അതിനെ മാനുഷിക ബന്ധനങ്ങൾ എന്ന് വിളിക്കാം. ഇങ്ങനെ 5 ബന്ധനങ്ങളാണ് വേദപുസ്തകം പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ബന്ധിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്നു, ആ ബന്ധനങ്ങൾ എന്താണെങ്കിലും, ഈ ലിസ്റ്റിനകത്ത് വിടുന്ന ഏത് ബന്ധനമാണെങ്കിലും ദൈവം അത് അടിച്ചു കളയും. കരമൊന്ന് അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഏത് ബന്ധനമാണെങ്കിലും കർത്താവ് അഴിച്ചു കളയും. വച്ച രോഗബന്ധനമാണെങ്കിലും ദൈവം അഴിക്കും. ആമേൻ. ആസ്ട്രോളജി പരമായിട്ടുണ്ടായ ബന്ധനമാണെങ്കിലും ദൈവം അഴിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഏത് സ്വാധീനം മനുഷ്യൻ ബന്ധിച്ച ബന്ധനമാണെങ്കിലും അതിനെ തമ്പുരാൻ അഴിച്ചു കളയും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അപ്പോൾ 1-ാമത്തെ മേഖല നമ്മൾ പറഞ്ഞു ബന്ധനമാണ്. എന്നാൽ അതിനകത്ത് 2-ാമത്തെ മേഖലയാണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആ മേഖലയെ കുറിച്ച് പറയുന്നു, നുകത്തെ ഞാൻ എന്ത് ചെയ്യും? ഒടിച്ചു കളയും. അപ്പൊ ബന്ധനം മാത്രമല്ല, നുകത്തെ ഒടിച്ചു കളയും. സ്തോത്രം. എന്തുവാ നുകം? വേദപുസ്തകത്തിനകത്ത് പ്രധാനപ്പെട്ട 3-4 നുകങ്ങളുണ്ട്. അതും പറഞ്ഞു വെച്ചു ഞാനൊരു സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. 1-ാമത്തെ നുകം, വേദപുസ്തകം പറയുന്ന പ്രധാനപ്പെട്ട 1-ാമത്തെ നുകം പാപനുകമാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. പാപനുകം. പാപം എന്ന് പറയുന്ന വിഷയത്തെ ഞാൻ പ്രധാനമായി സംസാരിക്കുമ്പോൾ ഹോൾ ബൈബിളിനകത്ത് പ്രധാനമായും 3 ചിന്തകളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാന്തമായി അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. 1, ഒരു മനുഷ്യനിൽ വന്ന് സംഭവിക്കുന്ന പാപത്തിന്റെ ആസക്തി, പാപത്തിന്റെ വിത്ത്. 2, പാപത്തിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നവന് ദൈവം കൊടുക്കുന്ന ന്യായവിധി. സ്തോത്രം. 2, ന്യായവിധിക്കകത്ത് കയറി ഇറങ്ങി പോകുന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടാൽ ദൈവം അവന് കൊടുക്കുന്ന യഥാസ്ഥാനം. ഇങ്ങനെ 3 ചിന്തകളാണ് ഹോൾ ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്തോത്രം. 1, പാപിയായ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യന് ദൈവം കൊടുക്കുന്ന ന്യായവിധി, ന്യായവിധിയിലൂടെ കയറി ഇറങ്ങി പോകുന്നവന് ദൈവം കൊടുക്കുന്ന യഥാസ്ഥാനം. ഈ 3 ചിന്തകളാണ് ബൈബിൾ പ്രധാനമായും പഠിപ്പിക്കുന്നത്. സ്തോത്രം. പാപമുണ്ടോ? പാപമുണ്ട്.
പാപത്തിന്റെ ആസക്തിയുടെ കെട്ടുകൾ എന്ന് പറഞ്ഞ ഭയങ്കരമാണ്. ആ പാപത്തിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നവൻ ന്യായവിധിക്കകത്ത് പെട്ടുപോകും. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇനി ഏത് ശക്തനാണെങ്കിലും, എത്ര ഭക്തനാണെങ്കിലും, ഏത് കൊടുകുത്തിയ അഭിഷക്തനാണെങ്കിലും, പാസ്റ്റർ എന്നല്ല, പ്രവാചകൻ എന്നല്ല, പ്രാസംഗികൻ എന്നല്ല, പാതിരി എന്നല്ല, ഏത് മനുഷ്യൻ പാപം ചെയ്താലും അവനൊരു ന്യായവിധി ഉണ്ടായിരിക്കും. സ്തോത്രം. ഇത് ബൈബിൾ പഠിപ്പിക്കുക. ന്യായവിധി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പ്രധാനമായും 3 ന്യായവിധികളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ വാക്യങ്ങളൊന്നും എടുക്കണ്ട, അതൊന്നും വിഷയമല്ല. എന്നാലും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് പറയുക. 3 ന്യായവിധികൾ. ഒന്ന്, സകലവും അറിഞ്ഞവർക്കൊരു ന്യായവിധി ഉണ്ട്. സകലവും അറിഞ്ഞതാരാ? പെന്തക്കോസുകാരായ നമ്മളാ. അപ്പം നമുക്ക് എന്നാ ഉണ്ട്? അതൊക്കെ പറഞ്ഞപ്പോൾ സ്വോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. വേദപുസ്തകത്തിനകത്ത് ന്യായവിധിയെ കുറിച്ച് കിടക്കുന്ന ഗംഭീരമായ വാക്കുകൾ ഒരു വാക്ക് ഇങ്ങനെയാണ്: ന്യായവിധി ദൈവഗ്രഹത്തിൽ നിന്ന് ആരംഭിച്ചാൽ അതനുസരിക്കാത്തവന്റെ ഗതി. അപ്പൊ ന്യായവിധി തുടങ്ങുന്ന എവിടുന്ന? ദൈവഗ്രഹം. ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നാ? സഭ. വടി വെട്ടാൻ തമ്പുരാൻ പോയിട്ടേ ഉള്ളെങ്കിൽ ആദ്യം നമുക്ക് ഇട്ടാച്ച. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. ഇനി നിങ്ങൾക്ക് സന്തോഷം വരുന്നൊരു കാര്യം ഞാൻ പറയാം. ദൈവം വടി വെട്ടാൻ പോയിട്ടേ ഉള്ളെങ്കിൽ ആദ്യം ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ ആദ്യത്തെ അടി ആർക്കാണെന്നറിയാമോ? പാസുമാരായി ഞങ്ങൾക്ക് കിട്ടോ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് തെളിവെന്നാ പാസേ? പൗലോസ് പറയുന്നൊരു വാക്ക് ശക്തമാണ്. ന്യായവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ ഒത്തിരി പേര് ഉപദേശാക്കന്മാരാകരുത് എന്ന് വെച്ചാൽ ബൈബിൾ കോളേജിൽ പഠിച്ച് പ്രസംഗിക്കാൻ വേദിക്കകത്ത് മൈക്കും പിടിച്ച് ഉപദേശമായി കയറി നിന്നോ ഉറപ്പ ആദ്യം അടി നമുക്കാ. സ്തോത്രം. അപ്പൊ ന്യായവിധിയുടെ അടി ഉണ്ട്. ഇത് സകലവും അറിഞ്ഞവർക്ക്. 2, ദൂതന്മാർക്ക് ന്യായവിധി ഉണ്ട്. 24 മണിക്കൂറും 7 ദിവസവും നിർത്താതെ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു വിളിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ടല്ലോ. അങ്ങാണ്ട് വാഴ്ച കാത്തുകൊള്ളാത്തതിന്റെ പേരിൽ അവസാനത്തെ വിധിക്ക് വേണ്ടി അവയെ ദൈവം ചങ്ങലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൂതന്മാർക്ക് ന്യായവിധി ഉണ്ട്. 3, സൊദോമും ഗൊമോറയ്ക്കും ന്യായവിധിയുണ്ട്. ഇത് യൂദായുടെ ലേഖനം 5, 6, 7 വാക്യങ്ങളിൽ കിടക്കുന്ന 3 ചിന്തകളാണ്. സ്തോത്രം. സൊദോമും ഗൊമോറ എന്ന് പറഞ്ഞാൽ ജാതീയ പട്ടണങ്ങളെ കാണിക്കുക. അപ്പം നമുക്ക് ന്യായവിധിയുണ്ട്, ദൂതന്മാർക്ക് ന്യായവിധിയുണ്ട്, ജാതീയ പട്ടണങ്ങൾക്ക് ന്യായവിധിയുണ്ട്. അർത്ഥം ഇത്രയേ ഉള്ളൂ. ന്യായവിധി എന്ന് പറയുന്ന ബൃഹത്തായ സമ്പ്രദായത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഉലക ചരിത്രത്തിൽ മനുഷ്യനായി പിറന്ന ആർക്കും കഴിയില്ല. ന്യായവിധി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം. ശിക്ഷാവിധി എല്ലാവർക്കും ഇല്ല, പക്ഷെ ന്യായവിധി എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ന്യായവിധിയിലൂടെ ഒരു മനുഷ്യൻ കയറി ഇറങ്ങി പോകുമ്പോൾ ആ ന്യായവിധി നടപ്പാക്കുന്ന 5 കോടതികളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ പെന്തക്കോസുകാരാവാസേ, ഞങ്ങൾ അങ്ങനെ കോടതിയിലൊന്നും കയറിയല്ലെന്ന് എത്ര പിടിവാശി കാണിച്ചാലും ന്യായവിധി ഉണ്ടോ? ഈ കോടതിയിൽ ഒരു കോടതി നമ്മൾ കയറിയേ പറ്റുള്ളൂ. 1ാമത്തെ കോടതി, ന്യായവിധി നടപ്പാക്കുന്ന 1ാമത്തെ കോടതി. അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭയപ്പെട്ട് രൂക്ഷമായിട്ട് തന്നെ ഇങ്ങനെ സ്തോത്രം ശ്രദ്ധിച്ച് സന്തോഷത്തോടെ കേട്ടാട്ടെ. സ്തോത്രം. ന്യായവിധി നടപ്പാക്കുന്ന 1ാമത്തെ കോടതി മനസ്സാക്ഷിയുടെ കോടതി. എന്നാ ചെറുപ്പക്കാരെ, ഒരു ചട്ടൊക്കെ നമ്മൾ ചെയ്താൽ, ഒരു കുരുത്തക്കടൊക്കെ നമ്മൾ കാണിച്ചാൽ, ലോകം അതറിഞ്ഞില്ലേലും ആ കേസ് ദൈവം ആദ്യം കൊണ്ടുവരുന്ന നാട്ടുകാരുടെ മുമ്പിലല്ല, നമ്മൾ ചെയ്ത രഹസ്യപാപത്തിന്റെ ആദ്യത്തെ വിധി കടപ്പാക്കുന്നത് നമ്മുടെ മനസാക്ഷിയുടെ കോടതിക്കകത്താണ്. കണ്ടോ? നമ്മുടെ മനസാക്ഷി ഒരു കോടതിയായി മാറും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നിട്ട് നാട്ടുകാർ ചോദിച്ചു, IPC 343 പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, IPC ഷാരോൺ ഇൻഡിപെൻഡന്റ് അവിടെ നിൽക്കട്ടെ, ആദ്യം മനസാക്ഷിയുടെ കോടതിക്ക് കാര്യം വിട്ടുതരാം. നിങ്ങളീ പാപമില്ലാത്തവ കല്ലെറിയ്, പ്രമാണം മാറ്റിവെക്ക്, നിങ്ങളീ പാപമില്ലാത്തവ കല്ലെറിയ് എന്ന് വെച്ചാൽ ഈ കേസ് ദൈവം മനസാക്ഷിക്ക് വിട്ടുകൊടുത്തു. സ്തോത്രം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവളെക്കാൾ വലിയ പാപിയാണല്ലോ ഇവളെ നമ്മളെങ്ങനെ കല്ലെറിയുന്നേ? ഓരോരുത്തർ കല്ല് താഴെ ഇട്ടിച്ചു പോയി എന്ന് വെച്ചാൽ അവരുടെ മനസാക്ഷിക്കകത്ത് അവർ വിധി കൽപ്പിച്ചു. തലപൊക്കി തമ്പുരാൻ ചോദിച്ചു, ആരും വിധിച്ചില്ലേ? ആരും വിധിച്ചില്ല. എന്നാൽ ഞാനും നിന്നെ എന്ത് ചെയ്യുന്നില്ല? വിധിക്കുന്നില്ല. അത് മനസാക്ഷിയുടെ കോടതിയാണ്. 2ാമത്തെ കോടതി നമ്മുടെ വീടൊരു കോടതിയാ. അടുത്തിരിക്കുന്ന ആളെ കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ വീടൊരു കോടതിയാന്ന് പറഞ്ഞു. ഒരു നല്ല പപ്പയും അമ്മയും പ്രാർത്ഥിക്കുന്നവരുടെ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. പ്രാർത്ഥിക്കുന്നൊരു നല്ല പപ്പയും അമ്മയും ഉണ്ടെങ്കിൽ അതൊരു കോടതിയാ. സ്തോത്രം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ ചെറിയ തെറ്റൊക്കെ ചെയ്യുമ്പോൾ, ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ, നിങ്ങൾ ദയവായിട്ട് നാട്ടുകാരുടെ നടുവെ പാട്ടാക്കരുത്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആ വിഷയം കൊണ്ടുവരണം. എന്നിട്ട് അവരോട് പറയണം, മക്കളെ നീ തെറ്റ് ചെയ്തോ, പപ്പായോട് ക്ഷമ ചോദിക്ക്, മമ്മിയോട് സോറി പറ, വേദപുസ്തകം നിന്റെ മുമ്പേ വെച്ച് നീ ഒരു തീരുമാനം എടുക്കുന്നൊക്കെ പറയുന്ന കുടുംബ പ്രാർത്ഥന ഒരു കോടതിയായി മാറണം. സ്തോത്രം. അപ്പൊ പിള്ളേർ അവിടെ മാനസാന്തരപ്പെടുവച്ച. ഇതിപ്പം നമ്മൾ കടിച്ചു കയറാൻ അങ്ങ് നിൽക്കുക. സ്തോത്രം. അതാണ് പ്രശ്നം. അപ്പൊ 1 മനസാക്ഷി കോടതി, 2 വീടൊരു കോടതി. ഇനി 3ാമത്തെ കോടതി കേൾക്കണം. സഭയൊരു കോടതിയാ. ചർച്ചൊരു കോടതിയാണ്. സ്തോത്രം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ബികോമിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പെന്തക്കോസുകാരും പ്ലസ് മുസ്ലിംസും ഉള്ളത്. മുസ്ലിം കൂട്ടുകാരും പെന്തക്കോസ്. ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുടെ ഗണത്തിൽ മുസ്ലിം കൂട്ടുകാരെ എനിക്ക് ഇന്നും ഉള്ളത് എൻ്റെ കോൺടാക്റ്റിനകത്ത്. സ്തോത്രം. അപ്പോൾ ഈ പെന്തക്കോസുകാർ പിള്ളേർ കുറച്ചേ ഉള്ളൂ. അവർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ, അവർ ചെറിയ തെറ്റൊക്കെ കാണിക്കുമ്പോൾ മുസ്ലിം കൂട്ടുകാർ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ പാസ്റ്ററിനെ ഒന്ന് കാണട്രാ എന്ന് വെച്ചാൽ
പാസ്റ്ററിനോട് നിന്നെ കുറിച്ച് പറഞ്ഞാൽ മിക്കവാറും നിന്റെ കാര്യത്തിലൊരു തീരുമാനം അനർത്ഥം പാസ്റ്റർ തൂക്കിക്കൊല്ലൂ എന്നുള്ള അർത്ഥമൊന്നുമില്ല. എങ്കിലും സഭ ഒരു കോടതിയാ. സ്തോത്രം. കുടുംബ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴേ നേരെ കുടുംബ കോടതിയിലോട്ട് ചാടിപ്പിടിച്ച് പോകാതെ സഭ എന്ന കോടതിയിലോട്ട് വരണം. ഇവിടെ പ്രാർത്ഥിക്കുന്നൊരു പാസ്റ്ററുണ്ട്, മൂപ്പന്മാരുണ്ട്, കൃപയുള്ളവർ. അവർ നേതൃത്വത്തിൽ കാര്യം പറഞ്ഞ് പരിഹരിക്കണം. സഭ ഒരു കോടതിയാണ്. നാലാമത്തെ കോടതി ഞാൻ പറയാം, ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതി. അവിടെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അവിടെ ഞാനും കർത്താവും മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതിയിലോട്ട് അങ്ങോട്ട് കയറി നിൽക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്നലെ ചെയ്ത തെറ്റിനും കുരുത്തക്കേടിനും അടി തന്നില്ലല്ലോ, മറന്നുപോയായിരുന്നോ, ഒരടി ഇങ്ങ് താന്നേ എന്ന് പറഞ്ഞ അടി ചോദിച്ചു മേടിക്കണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. കാരണം ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതിയുടെ പ്രത്യേകത, അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. സ്തോത്രം. ഒരു മീറ്റിങ്ങിനൊക്കെ എത്തി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ രോഗം വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു അമ്മച്ചി ഓടിക്കുത്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മക്കളെ, കഴിഞ്ഞ 33 വർഷമായി ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായം 33. അമ്മച്ചി, ഞാനും 33 വർഷമായി വാസ്റ്റേ യേശുവിനെ അറിഞ്ഞിട്ട്. സഹോദരൻ, ഞാൻ പറഞ്ഞു, കർത്താവ് മമ്മിയെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കട്ടെ, സമർത്ഥമായി മാനിക്കട്ടെ. അതല്ല മക്കളെ, ഏതല്ല, കഴിഞ്ഞ 33 വർഷമായി എൻ്റെ ദൈവം എന്നെ ഒരു കൊച്ചടി പോലും അടിച്ചിട്ടില്ല. സ്തോത്രം. എന്നെ അഭിമാനത്തോടെ പറഞ്ഞറിയാമോ? ഞാൻ പറഞ്ഞില്ല അമ്മച്ചിയുടെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ തമ്പുരാൻ എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം കൊടുക്കാനിരിക്കുകയാണ്, ഇത് താങ്ങിയല്ലോ ഈ അമ്മച്ചി. സ്തോത്രം. അങ്ങനെ പെൻഡിങ് വെക്കരുത് കേട്ടോ. ഓരോ ദിവസത്തെ അടി അന്നന്ന് ചോദിച്ചു മേടിക്കണം. ഇന്നലെ ചെയ്ത തെറ്റിന് എന്നെ കർത്താവെ അടിക്കാൻ ഞാൻ ചോദിച്ചു മേടിക്കണം. അത് സ്തോത്രം. കാരണം അപ്പൻ താൻ സ്നേഹിക്കുക. പലിശയ്ക്ക് വെച്ച പണി കിട്ടും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതി. അഞ്ചാമത്തെ കോടതി ഞാൻ പറയാം, അത് സ്വർഗീയ കോടതിയാണ് കേട്ടോ. 4 കോടതിക്കകത്ത് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഈ സംഗതി നേരെ മേളിലോട്ട് പോകും. നമ്മുടെ ഭാഷ പറഞ്ഞ ഹൈക്കോർട്ടിലോട്ട് പോകുന്ന പോലെ. സ്വർഗീയ കോടതി. അവിടെ ചെന്നിട്ട് തമ്പുരാൻ ചോദിക്കും, പുസ്തകം ഒന്ന് നിവർത്തിക്കുക ദൂതനെ. അപ്പൊ പുസ്തകം ദൂതൻ നിർത്തി. സൂസിയുടെ പേരുണ്ടോ? ഇല്ല. വെട്ടിയെടുത്ത് നരകത്തിലോട്ടാണ് കിട്ടും. സ്തോത്രം. അപ്പൊ സൂസി പറയും, കർത്താവ് ഒരു കാര്യം പറയാനുണ്ട്. ദൈവം പറഞ്ഞു, മിണ്ടരുത്, ചുപ്പരഹോ. 4 കോടതിക്കകത്ത് അവസരം തന്നിട്ട് അവിടെ എങ്ങും പറഞ്ഞ് പരിഹരിക്കാതെ നേരെ ഈ സാധനം മേളിലോട്ടുണ്ട്. ഇവിടെ എങ്ങും സംസാരിക്കുന്ന സമയം ആഭാരവൃത്തം ജനം നിൽക്കുക. പേരുണ്ടോ? ഇല്ല. വെട്ടിയെടുത്ത് കളഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇങ്ങനെ 5 കോടതിക്കകത്തൂടെ ഒരു മനുഷ്യൻ കയറി ഇറങ്ങിപ്പോവും. സ്തോത്രം. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുക. ഇന്ന് രാത്രി ഭയപ്പെടണം കേട്ടോ, ഭയപ്പെടണം. ന്യായവിധി നടപ്പാക്കാൻ കഴിവുള്ളൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. നിൽക്കട്ടെ. അപ്പോ ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, പാപമുണ്ട്. ഇവിടുത്തെ മുഖം പാപം നിമിത്തമുണ്ടായ മുഖവും അതിനകത്തൂടെ കയറി ഇറങ്ങിപ്പോകുന്ന ന്യായവിധിയൊക്കെയാണ്. സ്തോത്രം. യോനായുടെ കാലഘട്ടത്തിൽ യോന മാനസാന്തരത്തിനു വേണ്ടി പ്രവചിച്ചിട്ട ഒരു പട്ടണം പേരെന്ന് പറയുന്നത് നിനവയാണ്. നിനവേ പട്ടണം. ഈ നിനവേ പട്ടണം അമ്മ മാനസാന്തരപ്പെട്ടെങ്കിലും പിന്നത്തേതിൽ ഇവർ പാപം ചെയ്തപ്പോ ഇവർക്കൊരു മുഖം വന്നു. നഹൂം പറയുക, ആ മുഖത്തെ ഇന്ന് മാനസാന്തരപ്പെടാമെങ്കിൽ തമ്പുരാൻ ഇന്ന് അത് അഴിച്ചു കളയും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ ഒന്ന് പാപം നിമിത്തം ഉണ്ടാകുന്ന മുഖം. ഇനി രണ്ടാമത്തെ മുഖം കേൾക്കണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സ്തോത്രം, അതിന്റെ 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കേ. യെശയ്യാ 9-ന്റെ 4-ാമത്തെ വാക്യം, രണ്ടാമത്തെ മുഖം. റൈറ്റ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അവൻ ചുമക്കുന്ന മുഖവും. 9-ന്റെ 4-ാമത്തെ വാക്യമാണ് കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിക്കുന്നത്. അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും. അവന്റെ ചുമലിലെ കോലും. അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും. വിദ്യാന്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞു. അവൻ ചുമക്കുന്ന മുഖം എന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിലും അതിന്റെ നല്ലൊരു വിശദീകരണം 2-ാം വാക്യത്തിനകത്ത് കിടക്കുന്നുണ്ട്. ആ മുഖത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്ട് അവിടെ കിടപ്പുണ്ട്. 9-ന്റെ 2-ാമത്തെ വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം. അടുത്തത് അന്ധതമസ്സുള്ള ദേശം. ഇരുട്ട്, അന്ധതമസ്, 2 പ്രധാനപ്പെട്ട വാക്യം. അത് മാത്രം നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. എന്നെ നോക്കിയേ, വ്യാഖ്യാനത്തിന്റെ ഒരു പക്ക രീതിയിലോട്ടൊന്നും നമ്മൾ പോലെ മനസ്സിലാക്കുന്ന ഭാഷയിൽ ആ പദത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരിക. 9-ന്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, സ്തോത്രം, അവന്റെ മുഖം ഞാൻ ഒടിച്ചു കളയും. ഏത് മുഖം? 2-ാമത്തെ വാക്യം പറയുന്നു, അന്ധകാരത്തിന്റെ മുഖം, ഇരുട്ടിന്റെ മുഖം. ഇരുട്ടൊരു മുഖമാ, അന്ധകാരം ഒരു മുഖമാ. ഇനി എന്നെ ചെറുപ്പക്കാരൊന്ന് സശ്രദ്ധം ശ്രദ്ധിക്കണേ മക്കളെ. ഈ അന്ധകാരത്തിന്റെ മുഖത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? അന്ധകാരം വന്നാൽ ആദ്യം ഭരിക്കുന്ന വികാരം എന്നാണെന്നറിയാമോ? സ്തോത്രം. ഉദാഹരണം പറയാം. നിങ്ങൾ ഇരിക്കുന്ന ഒരു പടുകുറ്റം ബംഗ്ലാവ്, ഭാവനേക്കാണ് ഒരു വലിയ കാടിന്റെ നടുക്ക് ഒരു ബംഗ്ലാവ് പണിതിട്ടിരിക്കുക. ആ ബംഗ്ലാവിന്റെ നടുക്ക് 2-ാമത്തെ നില നമുക്കൊരു ഫ്ലോർ തന്നു. അവിടെ വേറെ ആരും ഇല്ല, ചുറ്റുപാടും ആരും ഇല്ല. വലിയൊരു കൊടിയ കാടിനകത്തൊരു കൊച്ചു ബംഗ്ലാവ് 2-ാമത്തെ നിലയിൽ നമുക്ക് പാർപ്പിടം തന്നിരിക്കുകയാണ്. രാത്രി ഒരു 11:30 പെട്ടെന്ന് കറണ്ടും കൂടെ അങ്ങ് പോയി. പെട്ടെന്നൊരു സൗണ്ടും കൂടെ കേട്ടു. സത്യം പറ, നമുക്കുണ്ടാകുന്ന വികാരം എന്നാ? ചിരിയോ? സന്തോഷോ? പിന്നെന്നാ? ഭയം. എന്നാ? ഭയം. സ്തോത്രം. അപ്പൊ അന്ധകാരമുണ്ടാക്കുന്ന മേഖലകളിൽ ആദ്യം ഉണ്ടാക്കുന്ന സ്വാധീനം ഭയത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഭയം അതൊരു മുഖമ. വേദപുസ്തകം പറയുന്നു, അന്ധകാര നിമിത്തമുണ്ടാകുന്ന മുഖം ഭയത്തിന്റെ മുഖമ. ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ? പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ?
എൻ്റെ തമ്പുരാൻ ഞാനങ്ങ് കൃതാർത്ഥനാവുക. ഞാൻ ആദ്യമായിട്ടാണ് ചിത്രവും നാട്ടിൽ പോയിട്ട് ഒരു പേടിയില്ലാത്തവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്തോത്രം. വേർപെട്ട കൂട്ടാ നിങ്ങൾ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കരുത്. ഒരു പേടിയില്ല. സ്തോത്രം. അപ്പം 4 ഭയങ്ങളെ ഞാൻ പറയാം. എന്നിട്ട് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് ഈ ചോദ്യത്തിന് മറുപടി പറയണം. 4 ഭയങ്ങൾ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. 4 ഭയങ്ങൾ. 1, വ്യക്തികളുള്ള ബന്ധത്തിലെ ഭയം. അതൊരു ഭയങ്കര ഭയമാണ്. ദേശമൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിന്റെ മാനസിക മേഖലകളെ തൊടുന്നൊരു ദൂതി ഞാൻ പറയാം. സ്തോത്രം. വ്യക്തികളെ ഭയപ്പെടുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. സ്തോത്രം. ചില സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ജോലിക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ബോസിനെ ഭയങ്കര പേടിയാ. സ്തോത്രം. എനിക്കും വ്യക്തികളെ ഭയങ്കര പേടിയുള്ളൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. മക്കളെ, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മാത്സ് ടീച്ചറിനെ കാണുമ്പോൾ കണ്ണാടി വെച്ചൊരു ഭൂതം എൻ്റെ അടുക്കൽ പുറങ്ങി വരുന്ന പ്രതീതി എനിക്ക് പലപ്പോഴും. ആ ടീച്ചറിനെ പേടിച്ച് എത്ര പ്രാവശ്യം ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെന്നറിയാമോ. അതൊരു ഭയമാ. വ്യക്തികളുള്ള ബന്ധം ആണോ അത് പറഞ്ഞപ്പോൾ ചിലർ ഇതായിരുന്നോ ഇത് ഞങ്ങൾക്ക് വ്യക്തികളെ പേടിയുള്ളവരുണ്ട്. സ്തോത്രം. ചിലരെ അഭിസംബോധന ചെയ്യാൻ പേടിയാ. വ്യക്തികളുള്ള ബന്ധത്തിലെ ഭയം. 2ാമത്തെ ഭയം ഞാൻ പറയാം. സംഭവങ്ങളോടുള്ള ബന്ധത്തിലെ ഭയം. സംഭവങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തും. ചിലർക്ക് ചില മരണ വീട്ടിൽ പോകാൻ പേടിയാ കേട്ടോ. സ്തോത്രം. അതാ സംഭവത്തോടുള്ള ബന്ധത്തിലെ ഭയമാ. സംഭവങ്ങൾ ഭയപ്പെടുന്നവരെ എനിക്കറിയാം. ഞാൻ 18ാമത്തെ വയസ്സിൽ എനിക്ക് ലൈസൻസ് കിട്ടുന്നത്. ലൈസൻസ് കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ സർജറി ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ബ്ലഡ് ഇല്ല, കൊല്ലത്ത് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കിട്ടും, അവിടെ പോയി മേടിച്ചേച്ച് വരണം. അപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് 2.5 മാസം കൊണ്ട് തികഞ്ഞേ ഉള്ളൂ. ഞാൻ ചാടിക്കുത്തി വണ്ടിക്കകത്ത് കയറി ഹീറോയിസം കാണിച്ചു. ഫസ്റ്റ് ഗിയർ ഇട്ടു, വണ്ടി വെച്ചനെത്തിപ്പോയി. സ്തോത്രം. കൊല്ലത്ത് ചെന്നു, ബ്ലഡ് മേടിച്ചു. ബ്ലഡ് കൈ തന്നപ്പോൾ ആ ലാബുകാരനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വളരെ അർജന്റായിട്ട് ഈ സാധനം ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കോ, അല്ലെങ്കിൽ ഇത് മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതും കൂടെ കേട്ടപ്പോൾ പേടി കൂടി. ടിപ്പ് എന്നുള്ള സൗണ്ടായി. ചാടി വണ്ടിക്കകത്ത് കയറും, അടുത്ത ഗിയർ ഇട്ടു, വണ്ടി കറക്കി കുത്തി. കൊല്ലം ചിന്നക്കട. കൊല്ലത്ത് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കൊല്ലം ചിന്നക്കട അറിയാമോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ട്രിവാൻഡ്രം വിട്ടപ്പോൾ ഓക്കെ. സ്തോത്രം. ഇന്നത്തെ ചിന്നക്കടയല്ല, പണ്ടത്തെ ചിന്നക്കട. സ്തോത്രം. 4 കോണ് ചേരുന്ന അവിടെ വന്നു. വണ്ടി കറക്കി നിർത്തി. സത്യത്തിൽ തെറ്റെൻ്റെ ഭാഗത്തായിട്ടോ, എൻ്റെ ഭാഗത്താണ്. കാരണം ധൃതിയിലെടുത്തപ്പോൾ റോങ് സൈഡിൽ ഞാൻ എടുത്തതാ. ഓപ്പോസിറ്റ് പെട്ടെന്ന് ഒരു ബസ്സുകാരൻ വന്നു. അവൻ എൻ്റെ നേരെ ഫേസ് ടു ഫേസ് നിന്നു, മുഖാമുഖം നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ്സിനകത്ത് നിന്നും ആ മനുഷ്യൻ ഇങ്ങനെ തലയിട്ട ഡ്രൈവർ എത്തി നോക്കി. എന്നിട്ട് ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കേൾക്കാത്തൊരു പൂര വഴക്ക്. സ്തോത്രം. ആ ചിന്നക്കട മൊത്തവും കേൾക്കെ മൈക്ക് വെച്ച് അനത്തുന്നത് പോലെ ഈ മനുഷ്യൻ 2 മിനിറ്റ് ഞാൻ സ്റ്റക്കായിട്ട് നിന്നു. എന്നിട്ട് ഇവൻ, നിനക്ക് ലൈസൻസ് ഉണ്ട്, നിന്നാണ് ആരാണ് വണ്ടി ഓടിക്കുന്നത്, നീ ആണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ 2 പള്ളും പറഞ്ഞിട്ട് ഒരു ഭാഗത്തൂടെ ആ മനുഷ്യൻ കയറി ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ സംഭവം നടക്കുന്ന 18 വയസ്സ് കഴിയുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് പ്രായം 33. ഞാൻ പറഞ്ഞല്ലോ, ഇതിനുശേഷം തമ്പുരാന്റെ കൃപയാൽ എത്രയോ വാഹനങ്ങൾ ഞാൻ മാറി ഉപയോഗിച്ചു. എന്തെല്ലാം വാഹനം ഉപയോഗിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എത്രയോ കിലോമീറ്ററുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കർത്താവ് എനിക്ക് അവസരം തന്നെ. തമിഴ്നാട് വരെ ഒറ്റയ്ക്ക് പോയി സ്തോത്രം മീറ്റിങ്ങിനകത്ത് പ്രസംഗിച്ച് രാത്രി പ്രത്യേക സമയം പിരിച്ചു. എനിക്കൊരു പേടിയും വന്നിട്ടില്ല അച്ഛാ. പക്ഷേ നിങ്ങൾക്കറിയാം, ഇപ്പോഴും കൊല്ലം ചിന്നക്കട എത്തുമ്പോൾ മനസ്സിനകത്തൂടെ ഇടിവാള് പാസ് ചെയ്യുന്നത് പോലെ ആ സമയം എൻ്റെ കൂടെ ആരെങ്കിലും യാത്ര ചെയ്തെങ്കിൽ അവർക്ക് ഇപ്പോഴെന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആയേ എന്തുവാന്ന് അറിയത്തില്ല. അവിടെ വരുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ആ ബസ്സുകാരൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാമേ, ബസ് പച്ച കളർ അടിച്ചൊരു ബസ്, അതിനകത്തിരിക്കുന്ന ഡ്രൈവറിന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയുണ്ട്. കറുത്തിരുണ്ടൊരു മനുഷ്യൻ, അവൻ പറഞ്ഞ പള്ളു എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ ആ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സെ അലട്ടുന്നുണ്ട്. സംഭവങ്ങളുള്ള ബന്ധത്തിലെ ഭയമാ. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തികളെ ഭയമുള്ളവരുണ്ട്, സംഭവങ്ങളെ ഭയമുള്ളവരുണ്ട്. 3ാമത്തെ കാര്യം ഞാൻ പറയാം. സ്ഥലങ്ങളെ പേടിയുള്ളവരുണ്ട്. ഉദാഹരണം പറയാം. ഈ ചർച്ചിന് സെമിത്തേരി ഉണ്ടോ? ഇല്ല. സെമിത്തേരിയുള്ള ചർച്ചുകൾ നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടോ. എന്നാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ സെമിത്തേരി പോയി നമുക്കൊരു രാത്രി 12:30 ആകുമ്പോൾ പോയിരുന്ന് കൈയടിച്ച് അന്യഭാഷ പറയാം. വരുന്നോ? രാവിലെ 12-ന് വരുന്നില്ല വാസ, പിന്നെ ഇനി രാത്രി എന്താ പേടിയൊന്നുമില്ലേ? എന്നാലും നമ്മൾ ഇന്നിൻ്റെ ഒരു മൂകത അന്തരീക്ഷം നിറയപ്പെട്ട സ്ഥലത്ത് വെറുതെ നമ്മളായിട്ട് എന്തിന്? അതാ സ്ഥലത്തുള്ള ബന്ധത്തിന് ഭയമാ. സ്ഥലങ്ങളെ പേടിയുള്ള എത്ര പേരെ എനിക്കറിയാമെന്നറിയാമോ? ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടിയാൽ ചിലർ പോവില്ല അച്ഛാ. ആ പട്ടണത്തെ അവർക്ക് പേടിയാ, ആ സ്ഥലങ്ങളെ അവർക്ക് പേടിയാ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ട്. അത് സ്ഥലത്തുള്ള ബന്ധത്തിൽ. 4ാമത്തെ ഭയം, കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമോ? അതൊരു ഭയമാണ്. കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമോ? എനിക്ക് 2 മക്കളുണ്ട് പാസ്റ്റേ, പക്ഷെ ഭാവി നഷ്ടപ്പെട്ടു പോകുമോ? എനിക്കൊരു കുടുംബമുണ്ട് പാസ്റ്റേ, പക്ഷെ ജീവിതം ഇങ്ങനെ. സ്തോത്രം. അതെ, അങ്ങനെ തന്നെ ബൈബിൾ പഠിപ്പിക്കുകയാണ്. കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമോ? അതൊരു ഭയത്തിന്റെ ആത്മാവാണ്. അങ്ങനാണെങ്കിൽ ഈ 4 ഭയത്തിന്റെ നുകമഴിക്കാൻ യേശുവിന്റെ കരത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എത്ര പേർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്? ഭയത്തിന്റെ ആത്മാവ്, നുഖത്തിന്റെ ആത്മാവ്, ബന്ധനത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രി വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നീ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരത്തിനകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു പവർ വ്യാപരിക്കപ്പെട്ടിട്ട് ഇന്ന് രാത്രി ആ നുഖത്തിന്റെ കെട്ട് സംഭനാദന. എനിക്കറിയാം, ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവകുഞ്ഞിന്റെ നാവിൽ നിന്ന് അന്യഭാഷയുടെ അഭിഷേകം ഇന്ന് രാത്രി വീഴുമ്പോൾ ആ നുഖത്തിന്റെ കെട്ട് ഇന്ന് രാത്രി തമ്പുരാൻ അഴിച്ചു കളഞ്ഞ തന്നെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്തും.
4 പ്രധാനപ്പെട്ട നുകങ്ങൾ. സ്തോത്രം. 4. അതിൽ ഭയത്തിന്റെ ആത്മാവ. ഭയം. ഇന്നിന്റെ രാത്രി ഞാൻ ഇനി ശാന്തമായി ഇറങ്ങി ചോദിക്കട്ടെ, പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഭയമുള്ള അങ്ങനെയുള്ളവരുടെ കാര്യം ഞാനൊന്ന് ഉയർത്തി കാണിക്കാം. മകളെ എല്ലാവരോടും കൂടെ ചോദിക്കും. ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്ക്. ഭയമുള്ളവരുടെ കൈ ഞാനൊന്ന് ഉയർത്തി കാണിക്കും. ഭയമുള്ളവർ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലയോ? പേടിയില്ലടാ? പേടിയില്ലയോ? ഭയം ഇല്ലയോ? എന്തു ഏറ്റവും വലിയ ഭയം? അത് പറയാൻ പോലും ഒരു ഭയമോ പാസ്റ്റർ? ഒരു സ്വന്തം പറഞ്ഞാൽ ഭയത്തിന്റെ ആത്മാവ് ചെറുതല്ല. യോബ് പറയുന്നൊരു വാക്കുണ്ട് വെച്ചാ അതൊരു വെളിപ്പാട്, ഒരു റെവലേഷനാ. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു. നമ്മൾ നാളെ വരെ പ്രസംഗിച്ചത് യോബിന്റെ വേലി തമ്പുരാൻ പൊളിച്ചു മാറ്റി, അകത്ത് സാത്താൻ കയറി, എല്ലാം കൂടെ കാറ്റടിച്ച് തള്ളി. അതൊക്കെ ശരിയാ. പക്ഷെ മറുഭാഗത്ത് യോബ് പറയാ സാത്താൻ കയറിയതുകൊണ്ടൊന്നുമല്ല, ദൈവം വേലി പൊളിച്ചോണ്ടൊന്നുമല്ല, പിന്നെ കൊടിയെ കാറ്റടിച്ചോണ്ടൊന്നുമല്ല. ഇതെന്റെ അകത്തൊരു ഭയമായിരുന്നു. എൻ്റെ വീട് പോവൂ, എൻ്റെ പിള്ളേർ നശിക്കൂ. യോബിന് ഒരു പേടി മാത്രമില്ലായിരുന്നു, ഭാര്യ ചാകുന്നുള്ള പേടിയില്ലായിരുന്നു വെച്ചാ. അതുകൊണ്ട് ഭാര്യ ചത്തുമില്ല. സ്തോത്രം. ഭയമാമേ യോബ് ബൈബിള് പഠിപ്പിക്കുക. യോബ് പറയാ ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു, ഭവിച്ചു എന്ന് വെച്ചാൽ യോബിന്റെ അകത്ത് ഓൾറെഡി ഒരു ഭയമുണ്ട്. ഇതൊക്കെ നടക്കുമോ? ആമേൻ. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? നിങ്ങൾക്ക് എന്തുവാണോ ഭയം, ആ ഭയം നടക്കും, അത് സംഭവിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ കടുകട്ടിയ അല്ലെങ്കിൽ തൻ്റെ മനസ്സോടെ നിൽക്കുന്ന ഒരു രാജാവ് ഉണ്ട്. ആ മനുഷ്യന്റെ പേര് നെപ്പോളിയൻ എന്നൊരു ചക്രവർത്തി പോലെയാ. നെപ്പോളിയൻ എന്ന് പറയുന്ന ചക്രവർത്തി നിങ്ങൾക്കറിയാമോ? ഹിറ്റ്ലറിനെ കേട്ടിട്ടുണ്ടോ മക്കളെ? ഹിറ്റ്ലറിനെ കേട്ടിട്ടുണ്ടോ? ഹിറ്റ്ലർ ആ മനുഷ്യനെ കേട്ടിട്ടുണ്ട്. നെപ്പോളിയനെ നമ്മളാരും കേട്ടിട്ടില്ല. ഒരു രാജ്യം മുഴുവനും ഇറങ്ങി വന്നാലും ഭയപ്പെടാത്ത മനുഷ്യൻ. നെഞ്ചും വെറ്റും ഇങ്ങനെ വിരിച്ചു കാണിച്ച് ഈ മനുഷ്യൻ നിൽക്കും. പേടിയില്ല പുള്ളിക്ക്. വെടിയുണ്ടകൾ ഉതിർന്നു വന്നാലും നെഞ്ചും കാണിച്ച് ഇങ്ങനെ ഇറക്കുന്ന ഒരു പേടിയില്ല, ഭയമില്ലാത്ത മനുഷ്യൻ. ഈ മനുഷ്യനെ ജർമ്മൻ രാജാവ് പിടിച്ചു, തൻ്റെ രാജകൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നു. അടുത്ത സമയങ്ങളിൽ ഈ മനുഷ്യനെ കൊല്ലാൻ പോവുക. പക്ഷെ ഒരു അതിഥി സൽക്കാരം എന്ന രീതിയിൽ 1 കപ്പ് ചായ ഇദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. 1 കപ്പ് ചായ ഇദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി കൊടുത്തു. നിങ്ങൾ കണ്ടോ, നിറഞ്ഞിരിക്കുന്ന ഈ ചായ ഗ്ലാസ്, അല്ലെങ്കിൽ ഈ ഗ്ലാസ് നിറഞ്ഞിരിക്കുക. ഈ നെപ്പോളിയന്റെ കയ്യിൽ ഇത് കുടിക്കാൻ കൊടുത്തപ്പോൾ തുളുമ്പി നിൽക്കുന്ന ചായ ഗ്ലാസ് അദ്ദേഹത്തിന്റെ കരത്തിനകത്ത് കിട്ടി. കുടിക്കാൻ ചുണ്ടത്തോട് ചോർത്തു വെച്ചപ്പോ പുറകിൽ നിന്നും ഒരു സൈന്യാധിപകൻ മുകളിലോട്ടൊരു വെടി ഉയർത്തി. എന്നാ സൗണ്ട് ആയിരുന്നു അറിയാമോ? ആമേ സ്തോത്രം. നെപ്പോളിയൻ എന്നാ ചെയ്തത്? നെപ്പോളിയൻ എന്തോ ചെയ്തെന്ന് അവിടെ നിൽക്കട്ടെ. നമ്മളായിരുന്നെങ്കിലോ? നമ്മളായത് പിന്നെ കൊല്ലേണ്ടി വരത്തില്ല. ആ സെക്കൻഡ് അറ്റാക്ക് വന്ന് നമ്മൾ തീരും. സ്തോത്രം. പക്ഷെ നെപ്പോളിയൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഒരു തുള്ളി ചായ വറുത്തു പോകാതെ അതെടുത്ത് ചായ ഗ്ലാസ് ടീപ്പട മണ്ടയിൽ വെച്ചിട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ആരുടെ പടക്കം പൊട്ടിച്ചെന്നറിയാൻ. എന്ന് വെച്ചാൽ അത്ര പേടിയില്ലാത്ത മനുഷ്യനായിരുന്നു ആര്? നെപ്പോളിയൻ. പക്ഷെ ചരിത്രം പറയുന്നത് എന്നാ? സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മക്കളെ? ആ നെപ്പോളിയനെ കുറിച്ച് ചരിത്രം പറയുക. പുള്ളിക്കൊരു രാജ്യം ഇറങ്ങി വന്നാൽ പേടിയില്ല, വെടിയുണ്ടകളെ പുള്ളിക്ക് പേടിയില്ല, അവൻ പുറകിൽ നിൽക്കുന്ന സൈനാധിപനെ പുള്ളിക്ക് പേടിയില്ല. പക്ഷേ പുള്ളിക്ക് പാറ്റായ പേടിയായിരുന്നു. എന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. ചരിത്രം പറയും. നിങ്ങൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല ഇത്. പാറ്റായ പേടിയായിരുന്നു പുള്ളിക്ക്. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാ. നമ്മൾ പറയും ആമേൻ സ്തോത്രം, അതെ ഒരു രാജ്യം എൻ്റെ നേരെ സ്തോത്രം, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ല. പക്ഷെ നമുക്ക് പഴുതാരെ പേടിയാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഓടിക്കാൻ വരുന്ന പട്ടിയാ നമുക്ക് പേടി. ഇത് ഭയത്തിന്റെ ആത്മാവ് അമ്മാമേ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു പ്രസംഗ ശൈലിയിൽ നിന്നുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ശൈലി ഇങ്ങനെയല്ല. പക്ഷെ ഇന്ന് രാത്രി യോഗത്തിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൂതിനെ തിരിച്ചവൻ ശൈലികളൊക്കെ തിരിച്ച് മനസ്സിലാകുന്ന ഭാഷ ശാന്തമായി നമുക്ക് വേണ്ടി ആത്മാവ് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഭയത്തിന്റെ കെട്ടഴിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഭയം എന്ന് പറയുന്നത് ആമേ സ്തോത്രം, പാപത്തിന്റെ ഭയം. 2 അന്ധകാരത്തിന്റെ ഭയം അല്ലെങ്കിൽ ഇരുട്ടിന്റെ ഭയത്തിന്റെ ആത്മാവാണ്. മൂന്നാമത്തെ ഭയത്തിലേക്ക് ഞാൻ വരാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കഴുത്തേന്ന് കുടഞ്ഞു കളയും. ഈ നുകം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതേ നടത്തിയെടുത്ത് മനസ്സിലാകുന്ന ഭാഷയിൽ ഒറ്റക്കാര്യം ഞാൻ പറയാ, ഇതൊരു ശാപത്തിന്റെ നുകമാ, ഇതൊരു ശാപത്തിന്റെ നുകമാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേ സ്തോത്രം, അതേ 2 സന്തതികൾ യാക്കോബ് ഏശാവ് ഒന്നൊന്നിന്റെ കുതികാലെ പിടിച്ച് പുറത്തിയാടി അമ്മാമേ. ജ്യേഷ്ഠാവകാശം കിട്ടിയവന്റെ കയ്യിൽ നിന്നും അനുജൻ ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ചെടുക്കുക. അന്ന് തൊട്ട് അപ്പന്റെ സകല സമ്പത്തുകളുടെയും അനുഗ്രഹത്തിന്റെ കലവറ യാക്കോബിന്. എന്നാൽ ഏശാവുണ്ടല്ലോ, ഏശാവ് ശപിക്കപ്പെട്ട് കിടക്കുക, ശാപഗ്രസ്തനായി കിടക്കുന്ന ഏശാവ് അപ്പനോട് ചോദിച്ചു, അപ്പാ എനിക്കിനി ഒരു അനുഗ്രഹവും ബാക്കിയില്ലേ? ഈ മനുഷ്യ ഹൃദയം തുറന്ന് ചോദിക്കുക, എനിക്കിനി ഒരു അനുഗ്രഹവും ബാക്കിയില്ലേ? അപ്പം പറഞ്ഞ്, നിനക്ക് ഇപ്പൊ അനുഗ്രഹം ഒന്നുമില്ല, ഇപ്പം നിന്റെ
നിന്റെ മേൽ വ്യാപരിക്കുന്ന ശാപമാ. പക്ഷെ ഞാൻ നിന്നെ നോക്കിയൊരു വാക്ക് പറയാ, ഒരിക്കൽ ഒരു സമയത്ത് ഒരു ദിവസം വരുമ്പോ നീ അവന്റെ നുകം നിന്റെ ശിരസിൽ നിന്ന് കുടഞ്ഞു കളയും. എന്ന് വെച്ചാൽ നിന്റെ നുകം അടിയുന്നൊരു ദിവസം വരും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നുകം എല്ലാ നാളും നീ വെച്ച് കെട്ടിക്കൊണ്ട് പോകത്തില്ല. നിനക്ക് നുകം അടിയുന്നൊരു ദിവസം വരും അമ്മാമേ. ആമൻ. അപ്പൻ പോലും ശപിച്ചിട്ട് ചില ശാപത്തിന്റെ വാക്ക് പേറി നടക്കുന്നവർ ഈ ദേശത്തിനകത്തുണ്ട്. നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബജീവിതം രക്ഷപ്പെടത്തില്ലെന്ന് സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ പോലും നിന്നെ നോക്കി പറഞ്ഞെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അപ്പന്മാർ ശപിച്ചിട്ട് ശാപത്തിന്റെ വാക്ക് അടിക്കാൻ ദൈവം പറയുന്ന മുഖം നീ കൊടഞ്ഞു കളയുന്നൊരു സമയമുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവശക്തിയുടെ മഹത്വം ഇന്ന് രാത്രി ആ ദൂതിനകത്ത് വ്യാപരിക്കപ്പെടുകയാണ്. അപ്പന്മാർ ശപിച്ചിട്ട് ചില ശാപത്തിന്റെ വാക്കുകൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞത് പുറത്തു പോകുന്നതിനായി ശാപമടിയും 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 ശാപമടിയും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ഇരിക്കെ വേണ്ടേ യേശാവ് യാക്കോബിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരിക. അങ്ങേ തലയ്ക്കുന്നുണ്ട്. യാക്കോബ് ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശാവ് യാക്കോബിന്റെ അടുക്കൽ ചെന്ന് യാക്കോബ് യേശാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, സഹോദര എനിക്കൊന്നും വേണ്ട, നീ എല്ലാം എടുത്തോ, നീ എല്ലാം എടുത്തോ. നിങ്ങൾ തട്ടിയെടുത്ത അനുഗ്രഹം യാക്കോബ് യേശാവിന്റെ നേരെ വെച്ച് നീട്ടിക്കൊടുക്കുമ്പോൾ യേശാവ് ചോദിക്കുക, എനിക്കെന്തിനാ ഇത്, എനിക്കെന്തിനാ ഇത്? യാക്കോബെ നീ എങ്ങനെ അനുഗ്രഹം പിടിച്ചത്? കബളിപ്പിച്ച. യാക്കോബെ നീ എങ്ങനെ അനുഗ്രഹം തട്ടിയെടുത്തത്? കബളിപ്പിച്ച. ആമേ സ്തോത്രം. പറ്റിച്ച നീ അനുഗ്രഹം എടുത്തത്. പക്ഷെ നുകം അടിഞ്ഞ ദിവസം വന്നപ്പോൾ യാക്കോബ് പറയുക, എനിക്ക് അനുഗ്രഹം വേണ്ട, നീ എല്ലാം കൊണ്ടുപോക്കോ. എന്ന് വെച്ചാൽ നിന്റെ നുകം അടിയുന്ന ദിവസം വരുമ്പോൾ നീ ചോദിക്കാതെ നിന്റെ നന്മയെ തുറക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇതുവരെ നിന്റെ ഹൃദയം മുറിഞ്ഞിരുന്നതല്ലേ? നിന്റെ അനുഗ്രഹം ആരോ തട്ടിയെടുത്തെന്ന് നീ ചിന്തിച്ചതല്ലേ? നിനക്ക് വരേണ്ടിയ നന്മ എവളോ അവകാശം പോയതല്ലേ? ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഹൃദയം സംസാരിക്കുന്നു. നിനക്ക് കിട്ടേണ്ടിയ അവകാശങ്ങൾ മറ്റൊരാൾ തട്ടി കബളിപ്പിച്ചു കൊണ്ടുപോയോ? ഇന്ന് രാത്രി ജീവനുള്ള സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്നു. നിന്റെ നുകമടിയുന്നൊരു ദിവസമുണ്ട്. നിന്റെ നുകമടിയുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ നുകമടിയുന്നൊരു ദിവസമുണ്ട്. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടിയത് തന്നില്ല, നിന്റെ അമ്മ നിനക്ക് വേണ്ടിയത് തന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നിന്റെ മുഖമടിയുന്ന ദിവസം വരുമ്പോൾ നീ ചോദിക്കാത്ത നന്മ നിനക്ക് തന്നു മാനിക്കുന്നൊരു ദൈവമുണ്ട്. എന്തിനാ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്? നിന്റെ ശാരീരിക ബലം കൊണ്ടും നിന്റെ മാനസിക ബലം കൊണ്ടും നിന്റെ പോക്കറ്റിലെ പണം കൊണ്ടും നിനക്ക് പിടിക്കാൻ കഴിയാത്ത നന്മകൾ നുകമടിയുന്ന ദിവസം വരുമ്പോൾ ദൈവം കനിഞ്ഞു തരുന്നൊരു സമയമുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ശാപത്തിന്റെ നുകമടിയോ? കാരമേൽ വിശ്വസിക്കുന്നവർ സ്വന്തം ചങ്കത്ത് കരം വെച്ചു പറ, എന്റെ ശാപത്തിന്റെ നുകമടിയോ? എന്റെ അപ്പൻ എന്നെ ശപിച്ചിട്ട് നുകത്തിന്റെ കെട്ടഴിയും. വിശ്വസിച്ചു പറ മാമേ, എന്റെ കുടുംബജീവിതത്തിലെ ചില ശാപത്തിന്റെ നുകങ്ങൾ അഴിഞ്ഞു പോകും. എനിക്കറിയാം. ഇന്ന് ഈ പന്തലിനകത്തിരുന്ന് ഈ ദൂത് ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ മുഖത്തിന്റെ പൾസ് എനിക്ക് മനസ്സിലാകുന്നു. ചിലരുടെ ദൂതാക്കി ദൈവം ഇതിനെ തിരിക്കുക. അപ്പന്മാർ ശപിച്ചിട്ട് ചില ശാപത്തിന്റെ നുകം അഴിയും. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ നടത്തുന്ന ആത്മീയ യോഗത്തിന്റെ 2ാം രാത്രിയിൽ ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരന്മാരോട് ദൈവം പറയുന്നു, നുകമടിയും സഹോദരാ, നുകമടിയും. കർത്താവിന്റെ ദാസന്റെ വാത്സല്യത്തിനകത്തിരുന്ന് ഈ ലൈവ് ടെലികാസ്റ്റിന്റെ തുടക്ക സമയം കർത്താവിന്റെ ദാസന്മാർ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ലിങ്ക് ഒന്ന് എടുത്ത് ആമൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു കമന്റ് അതിനകത്ത് വന്നു. മരിക്കാൻ വേണ്ടി കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കമന്റ് ആയിരുന്നു വെച്ചാൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യൻ പറയും, എനിക്ക് ചാകാനാണ്, എനിക്ക് ചാകണം, എനിക്ക് ചാകാൻ ദൈവം എന്നെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് രാത്രി ആ കമന്റ് അയച്ച സഹോദരൻ ഈ ലൈവിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാ, നീ മരിച്ചു നിന്റെ ജീവിതം ഒതുങ്ങത്തില്ല. ഒരു പിടി തൊണ്ടുകാരനകത്ത് നീ അവസാനിക്കത്തില്ല. ഈ ലിങ്ക് കിട്ടി നീ അതിനകത്ത് കയറി ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കാം, ആ ശാപനുകത്തെ ദൈവം അടിക്കും. മനസ്സിന്റെ ആ മാനസിക മണ്ഡലത്തിന്റെ വിതയെ അടിക്കും. ഇന്ന് രാത്രി സഭ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കും. നീ ലോകത്തിന്റെ ഏത് സ്ഥലത്തിലിരുന്ന് ഈ സന്ദേശം കേട്ടവനാണെങ്കിലോ ദൈവം ആ മുഖം അടിച്ചു കളയും. ഇന്നേക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ശാപം പിടിച്ചൊരു വീടിന്റെ അങ്കണത്തിനകത്ത് മരിക്കാനിരുന്നതായി എൻ്റെ മാതാവ് എന്ന് പറയുന്നത്. ആമേ സ്തോത്രം. ജീവിതത്തിനകത്ത് ഹിന്ദു വിശ്വാസപ്രകാരം ഹൈന്ദവ നായർ പശ്ചാത്തലത്തിനകത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം അത്യാവശ്യം നല്ല കുടുംബ സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. കയ്യിൽ പണത്തിന് മാത്രം കുറവുണ്ട്. പക്ഷേ ആമേൻ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിനകത്താണ് എൻ്റെ ജനനം എന്ന് പറയുന്നത്. ഹിന്ദു നായർ കുടുംബത്തിനകത്ത് ജനിച്ചു ഞാൻ. സ്തോത്രം. ആ സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഞങ്ങളൊരു സ്ഥലം മേടിച്ചു. ആ സ്ഥലത്തിനകത്ത് വീടിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു.
ആമേൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ അടിസ്ഥാനങ്ങൾ ഇടുന്ന സമയത്ത് പൂജകളൊക്കെ നടത്തണം. അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പനൊരു കാര്യം മനസ്സിലായി, ഇത് ശാപം പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവർ പറഞ്ഞു, സാറേ ഈ സ്ഥലം എങ്ങനെ സാറിന് കിട്ടിയത്? അപ്പം പറഞ്ഞു, ഇത് കുടുംബസ്വത്താണ്. ആമേൻ. അവർ പറഞ്ഞു, അബദ്ധം പറ്റി സാറേ. അബദ്ധം പറ്റി. എന്നാ പറ്റി അബദ്ധം? ഇത് വരത്തുപോക്കുള്ള മണ്ണാ സാറേ. ഹിന്ദു വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവർക്കറിയാം വരത്തുപോക്കിന്റെ സ്വാധീനത്തിന്റെ ശക്തി ചെറുതല്ല. വരത്തുപോക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, ഇവിടെ വീട് പണിയാൻ പറ്റത്തില്ല. അപ്പൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പണിതാലോ? അവർ പറഞ്ഞു, പണിത നീ മരിക്കും, നിന്റെ ഭാര്യ മരിക്കും, 2 പിള്ളേർ മരിക്കും. ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ, ഇവിടെ വീട് പണിയാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ അപ്പന് ഭയങ്കര തൻ്റെ ഇടമാ. അന്നും തൻ്റെ ഇടമാ, വിശ്വാസത്തിൽ വന്നതിന് ശേഷം തൻ്റെ ഇടം കൂടിയിട്ടേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടൊരു ഗുണം, ഏത് പൊന്നുമോനോടും കയറി സുവിശേഷം പറഞ്ഞു കളയും. സ്തോത്രം. ആമേൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർഡ് ആയ ഒരു മനുഷ്യനാ. തന്റെ ബോഡി സ്ട്രക്ചറൊക്കെ അങ്ങനെ, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടച്ചാ, എന്നെക്കാൾ ഇരട്ടി വണ്ണുണ്ട്. അപ്പോൾ ഊഹിക്കാന്നേ ഉള്ളൂ. നെഞ്ചു പിരിച്ച് പുറത്തോട്ടിറങ്ങി ആരാണ് അവിടെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒന്നും മിണ്ടത്തില്ല. സ്തോത്രം. പാറിപ്പോകുന്ന ചെങ്കുടിയൊക്കെ കരത്തിനകത്ത് ഇംഗ്ലാസ് ഇന്താവ് വിളിച്ച് നടന്നൊരു മനുഷ്യൻ, പാർട്ടിയിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ആള്. ആമൻ. ഓടനാവട്ടത്ത് ആമൻ ഷാരോൺ എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ആ സഭയോട് ചേർന്നിരിക്കുന്ന ഒരു കടറൂമുണ്ട്. അന്നത്തെ സമയത്ത് ഓടനാവട്ട ഷാരോൺ ദൈവസഭയുടെ തുടക്കം ഒരു കടറൂമിനകത്താ. എന്നാൽ ഇന്ന് അത് അനുഗ്രഹിക്കപ്പെടാം. അച്ഛനൊക്കെ അറിയാം. സ്തോത്രം. ഇന്ന് 150 പേര് 200 വിശ്വാസികളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഹോൾ അവർക്കുണ്ട്. പക്ഷെ അന്ന് തുടക്ക സമയമാണ്. അതിനോട് ചേർന്ന് മറ്റൊരു ക്ലബ്ബുണ്ട്, പേര് വികാസ് എന്ന. ഇന്നും ആ ക്ലബ്ബ് ഓടനാവട്ടത്തുണ്ട്. ആമൻ. എൻ്റെ അപ്പൻ്റെ തുടക്ക സമയത്തൊക്കെ അവർ സ്ഥാപിച്ചൊരു ക്ലബ്ബാണ്. അപ്പോൾ ഒരു കടമുറി, ഒരു ഭിത്തി, അപ്പുറം ആരാധനയിലും ഇപ്പുറത്ത് വികാസ് ക്ലബ്ബ്. ആ സമയത്ത് വികാസ് ക്ലബ്ബിനകത്ത് ചീട്ട് കളിക്കാൻ ചെന്നിരുന്ന എൻ്റെ അപ്പൻ, ചീട്ട് കളിക്കാൻ ചെന്നിരുന്ന എൻ്റെ അപ്പൻ കോറം തികഞ്ഞില്ല. കോറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ പാടില്ല, ഇവർക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ആൾക്കാർ തികഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ ആൾക്കാർ തികയാതിരുന്നപ്പോൾ വന്നവർ കളിക്കാതെ തിരിച്ചുപോയി. അവസാനം എൻ്റെ അപ്പൻ മാത്രം ഞായറാഴ്ച ഒറ്റപ്പെട്ടു. ഞായറാഴ്ച എന്നാ ചെയ്യാൻ പറ്റും? ഇനി സമയം കളയാൻ ഒരു പരിപാടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പൻ്റെ ഏറ്റവും വലിയ ഹോബികളൊന്ന് ആരാധന നടക്കുന്ന ആരാധനാലയത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഉറക്കെ ചോദിക്കും, ഇത്രയും ശബ്ദമുയർത്തി ആരാധിക്കാൻ നിന്റെ ദൈവത്തിന് എന്നോട് ചെവി കേൾക്കാൻ പാടില്ലേ? പൊട്ടുണ്ടോ നിന്റെ ദൈവത്തിന്? എൻ്റെ അപ്പൻ്റെ ആകെ കൂടെയുള്ള ഹോബി അതാ. സ്തോത്രം. ആ മാന്യമായൊരു ചോദ്യം അല്ലയോ ചാ ചോദിക്കുന്നത്? എന്തിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിന് എന്നോട് ചെവി കേൾക്കാൻ വയ്യ, പൊട്ടാണോ നിങ്ങളുടെ ദൈവത്തിന് എന്ന് പറയുന്ന എൻ്റെ അപ്പൻ ഇന്ന് അതിനേക്കാൾ ശബ്ദം ഉയർത്തിയ സ്തോത്രം പറയുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. പണ്ടങ്ങാണ്ടൊരു അമ്മച്ചി മിക്സി എടുത്ത് ചോദിച്ചേ, ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കാതെ ഒന്ന് അരച്ചു തരാമോന്ന്. അപ്പോൾ മിക്സി പറഞ്ഞ്, എൻ്റെ പൊന്നമ്മച്ചി നല്ലോണം അറിഞ്ഞു കിട്ടണമെങ്കിൽ ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു. സ്തോത്രം. അങ്ങനെ ചിലപ്പോൾ ഇച്ചിരി വിടുതലൊക്കെ നടക്കണമെങ്കിൽ ഇച്ചിരി ശബ്ദമൊക്കെ ഉയർത്തു വെച്ചാൽ. സ്തോത്രം. എൻ്റെ അപ്പൻ ഇങ്ങനെ ആരാധനാലയത്തിനകത്ത് അപ്പുറത്ത് നടക്കുന്ന കടറൂമിനകത്ത് എന്നാൽ പിന്നെ സമയം കളയാം എന്നൊരു ചിന്തയിൽ ഈ സിനിമ ഒക്കെ കാണുന്ന പോലെ, നാടകമൊക്കെ കാണുന്ന പോലെ അവിടെ വിഷയം ശ്രദ്ധിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ സാറ് സഭായോഗത്തിൽ പ്രസംഗിക്കുന്നത്. പ്രസംഗം കേട്ടപ്പോഴോ എൻ്റെ അപ്പൻ്റെ മനസ്സിനകത്തൊരു ചിന്ത, ഇവരെന്നെ ഈ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതല്ലേ ജീവനുള്ള ദൈവം? ഇവിടെ പലതിനെ സംഹരിക്കാൻ വന്നെന്ന് നിങ്ങൾക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഒന്നിനെ സംഹരിക്കാനോ കൊന്നുമുടിക്കാനോ അല്ല, ചിലതിന് വേണ്ടി മരിപ്പാൻ വന്ന ജീവനുള്ളൊരു ദൈവം. അതല്ലേ ജീവനുള്ള ദൈവം? കല്ലറകളെ പൊട്ടിച്ച് പുറത്തെഴുന്നേറ്റ് വന്ന ദൈവം. ഈ ചിന്തകളെല്ലാം എൻ്റെ അപ്പൻ്റെ മനസ്സിനകത്ത് ഭരിക്കുക. അമ്മ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി എൻ്റെ അപ്പൻ സാക്ഷ്യത്തിൽ പറയുന്ന വാക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിന്തകൾ മനസ്സിനകത്ത് സത്യം പോലെ ഭരിക്കുക. ജീവനുള്ള ദൈവം ഏതാ? ഒരുപിടി സംശയങ്ങൾ തൻ്റെ മനസ്സിനകത്ത് നിറഞ്ഞു. ഈ സംശയത്തിനെല്ലാം ഉത്തരം വേണം. ഈ സംശയത്തിന് ഉത്തരം വേണമെങ്കിൽ ആമേൻ സ്തോത്രം, അതെ, ഈ സാറിനോട് തന്നെ ചോദിക്കണം. അടുത്ത ഞായറാഴ്ച ആകാൻ വേണ്ടി താൻ വെയിറ്റ് ചെയ്തു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച എത്തി. താൻ മനഃപൂർവ്വം ആരാധനാലയത്തിൽ ചെല്ലുക. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ ചോദിച്ചു, അതെന്നാ സാറേ ഇന്ന് ആരാധനയില്ലേ? അപ്പൊ അവർ ചോദിച്ചു, ആരിത്? അർജുനൻകുട്ടിയോ? ഇന്ന് ആരാധനയുണ്ട് അർജുനൻകുട്ടി. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമുക്ക് മറ്റൊരു ശുശ്രൂഷയുണ്ട്, സ്നാന ശുശ്രൂഷ. അവർ ചോദിച്ചു, സ്നാന ശുശ്രൂഷ അതെന്നാ? അർജുനൻകുട്ടി കണ്ടിട്ടില്ലല്ലോ. വാ, കൊട്ടാരക്കര പുലമൺതോട്ടില്ല സ്നാനപ്പെടുത്തുന്നു. വമ്പം പരിപാടി. ഇന്ന് ആരും അറിയാതെ പോലെ കോട്ടയം സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്നുമല്ല, പബ്ലിക് ആയിട്ടുള്ള സ്നാനമാണ്. സ്തോത്രം. ഭയങ്കര ഉത്സവം പോലെ. സ്തോത്രം. സ്നാപകൻ ഫ്രണ്ടിൽ നടക്കും, സ്നാനപ്പെടുന്നവർ പറയാൻ നടക്കും, അതിനെ പുറകെ സഭ നടക്കും, ടമ്പറൊക്കെ അടിച്ച് ജയം ജയം ഹല്ലേലൂയ, ഭയങ്കര ഉത്സവം അവർക്ക്. സ്തോത്രം. അങ്ങനെ കൊട്ടാരക്കര പുലമൺ തോടിന്റെ താഴെ വരിച്ചു. സ്തോത്രം. സ്നാനപ്പെടുത്താൻ വേണ്ടി പാസ് ആദ്യം കടവിലിറങ്ങി. ഇന്നത്തെ പോലെ ചാടിക്കുത്തി കയറിയിട്ട് സ്നാനം നടത്തി അങ്ങ് തിരിച്ചു കയറി പോവുമല്ല. അവിടെ കാളെ കുളിപ്പിക്കാൻ വന്നവനുണ്ട്, വണ്ടി കഴുകാൻ വന്നവനുണ്ട്. ഇവരൊക്കെ പാസ് സുവിശേഷ യോഗം അങ്ങ് പ്രസംഗിക്കും. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞിട്ട് പാസ് ഓരോരുത്തരെ സ്നാനക്കടവിലേക്ക് ഇറക്കി നിർത്തും. ഒന്ന് എഴുന്നേറ്റ് വന്നേ മക്കളെ, ഒരാൾ വന്നേ, ഓടിവാ. ആരെങ്കിലും ഒരാൾ വന്നു ഒരു കാര്യം കാണിക്കണം, ഓടിവാ. വാ ഓടിവാ. ഭയങ്കര പാട്ടൊക്കെയാ. സ്തോത്രം. ഇങ്ങനെ 4 സ്നാനങ്ങൾ കഴിഞ്ഞിട്ട് അവസാന സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതെല്ലായിടത്തും ചോദിക്കും, ഇവിടെ ചോദിക്കുന്നല്ല ചിന്ത. സ്നാപകൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ചെവി തുറന്ന് കേട്ടോണം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മഹാജനത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടാകട്ടെ മാംസരക്തങ്ങളോടാകട്ടെ ആലോചന ചോദിക്കാതെ തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പാസ്റ്റർ ആശീർവാദം പറയും. അങ്ങനെ ആരും പോവാറില്ല. സ്തോത്രം. ഇവിടെ സ്നാനക്കടവിൽ നിൽക്കുന്ന പാസ്റ്റർ ചോദിച്ചു, ഈ കൂടി നിൽക്കുന്ന ജനസമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചന ചോദിക്കാതെ തൻ്റെ ഇടത്തോടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനങ്ങ് ഇറങ്ങി ചെന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ.
പാസ്റ്റർ ചോദിച്ചു, അർജുനൻകുട്ടി കുളിക്കാൻ വന്നതാണോ? അല്ല, സ്നാനപ്പെടാൻ വന്നതാ. സ്തോത്രം. അത് കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിക്കാൻ കോറം തയ്ക്കാതെ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ ആരാധന ഒറ്റ ദിവസമല്ലായിട്ട് ഇത് അങ്ങനെ പോരാ, ഇതിന് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മനസ്സിലുള്ള ചോദ്യം എങ്ങനെ സ്വർഗ്ഗത്ത് പോകാമെന്നാ. ഇതായിരുന്നു ഇതിൻ്റെ പരിപാടിയല്ലേ, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ കൂടിയിരിക്കുന്ന മൂപ്പന്മാർ കൃപയുള്ളവർ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഒരാത്മാവിൻ്റെ വിലയല്ലേ. ആ മനുഷ്യൻ ഇന്ന് മരിച്ചുപോയ പാസ്റ്റർ വില പറയൂ. പുള്ളിക്ക് അങ്ങ് ടെൻഷനുമായി. പുള്ളി അവസാനം ഒരു കാര്യം ചെയ്തു, അരമണിക്കൂർ ആ വെള്ളത്തിൽ വെച്ച് ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ അപ്പനെ സ്നാനപ്പെടുത്തുന്നത്. സ്നാനപ്പെട്ട് കയറിയപ്പോൾ എൻ്റെ അപ്പൻ്റെ കാര്യം മനസ്സിലാകുന്നത്, എല്ലാവർക്കും ഇവിടെ ഒരു ചൂടി ഡ്രസ്സും ഉണ്ട്, എൻ്റെ അപ്പൻ അതും എടുത്തിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ എന്ന് വെച്ചാൽ പ്രീ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ ഇന്ന് രാത്രിയിലെ പടച്ച തമ്പുരാൻ നിന്റെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ സാഹചര്യം ഒന്നും നോക്കണ്ടതേ, സ്നാനത്തൊട്ടി റെഡിയാ, സ്നാനപ്പെടാൻ അഭിഷക്തന്മാർ പുറകിലുണ്ട്. ഇന്ന് രാത്രി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കാമെങ്കിൽ ആത്മാവ് ജീവൻ രക്ഷ പ്രാപിക്കുന്നൊരു ദൂത് ഞാൻ പറയാ. സ്നാനത്തിനകത്ത് നീ മുങ്ങിപ്പോകുമ്പോ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം നീ സ്വീകരിക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഇതെൻ്റെ അപ്പൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് പറയാനല്ല വന്നത്, എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. സ്തോത്രം. അപ്പൊ ഹിന്ദു വിശ്വാസപ്രകാരം ശാപം പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം, ശാപത്തിന്റെ സ്ഥലം, ശാപം പിടിച്ച് മടക്കുന്ന മണ്ണ്, ഈ സ്ഥലത്തിനകത്ത് ആമസ്തോത്രം വീട് പണിയാൻ എൻ്റെ അപ്പൻ തൻ്റെ ഇടത്തോടെ ആരംഭിച്ചു. ശാപം ഒരു ഭാഗത്ത് കിടക്കുക, ശാപനുകം ഒരു ഭാഗത്ത് കിടക്കുക, ശാപനുകം. പക്ഷേ എൻ്റെ അപ്പൻ വീട് പണിയാൻ ആരംഭിച്ചു. വീടിന്റെ പണിയുടെ തുടക്ക സമയത്ത് ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന് പണിയാൻ വന്നൊരു ഗ്രൂപ്പ്, കൂട്ടത്തിൽ 36 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട്. അവൻ ആ പണിയുടെ നേതൃസ്ഥാനത്തിനകത്ത് നിൽക്കുന്നവൻ. സ്തോത്രം. പെട്ടെന്ന് ഈ മനുഷ്യൻ കുഴഞ്ഞു വീണ സ്ഥലത്ത് ഈ മനുഷ്യൻ മരിച്ചു. നാട്ടിനകത്തൊരു പാട്ട് പറഞ്ഞു, അർജുനൻകുട്ടിയുടെ കുടുംബം ശാപത്തിന്റെ സ്ഥലമാണ്. അതെന്നാ, പണി ചെയ്യാൻ വന്നവൻ മരിച്ചെന്നേ, അടുക്കി ചില അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്കൊരു ആശങ്ക വരും, നിന്റെ വീട് ശാപമാണോന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അത് ശാപമല്ല. അതിന്റെ നടുവിൽ യേശു ജീവനുള്ളവനെന്ന് തെളിയിക്കാൻ നിന്നെ വലിച്ച് പെന്തക്കോസിനകത്ത് കൊണ്ടുവരാൻ തമ്പുരാനിടുന്നൊരു മുഖാന്തരം, അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. അങ്ങനെ വീടിനകത്ത് ആ കണ്ട മരണം, ആപ്പാറുടെ ഡെഡ് ബോഡിയുമായി എൻ്റെ അപ്പൻ ഈ ട്രിവാൻഡ്രത്ത് വന്നു. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു. ദീർഘനാളുകൾ പണി മുടങ്ങി കിടന്നു. ഈ നാട്ടുകാർക്ക് മാത്രമുള്ളൊരു ഗുണമുണ്ട്. കുറെ വാർത്തയുടെ പുറകെ അവർ കുറെ നാൾ നടക്കും. പുതിയ വാർത്ത കിട്ടുമ്പോൾ അവർ പഴയത് എന്ത് ചെയ്തോളും, മറന്നു വെക്കോളും. അത് നാട്ടുകാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടാലന്റ്. സ്തോത്രം. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ശാപമൊക്കെ ആൾക്കാർ മറക്കാൻ തുടങ്ങി. ഈ സമയത്ത് അപ്പം പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു, ടോപ്പ് വർക്കുന്ന സമയം. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ എന്ന് വയസ്സ് 22. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ട് കയറി വന്നത്, വാർത്ത വെച്ചിരിക്കുന്ന ഒരു പില്ലർ ചാരിതിക്ക് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുക എന്ന് പറയുമ്പോൾ പാവനെ പോലും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ടോപ്പ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീഴുക. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ജീപ്പിനകത്തേക്ക് വാരിയിടുമ്പോൾ അന്ന് ആദ്യമായി എൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി നാട്ടുകാർ പറഞ്ഞു, അർജുന സാറേ, അന്നോ പറഞ്ഞില്ലേ ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ, ഇത് ശാപത്തിന്റെ ഭൂമിയാ, ഇവിടെ ജീവൻ വാടത്തില്ല സാറേ, ഇത് മരണത്തിന്റെ വസ്തുവാ. നാട്ടിനകത്ത് കാട്ടുതീ പോലെ ഒരു വാർത്ത പറഞ്ഞു, ഇതാ ശാപത്തിന്റെ സ്ഥലമാ. അവിടെ നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ദേശത്തോടൊരു ദൂത് കൂടെ ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നാട്ടുകാരല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ജാതകം എഴുതുന്ന ആളല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു മന്ത്രവാദിയല്ല നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഏതെങ്കിലും ഇതര സംഗതികൾ, കാലാവസ്ഥകളല്ല. ഹൃദയ ഉദരത്തിനകത്തുരുവാകുന്നതിനേക്കാൾ മുമ്പ് എന്നെ കണ്ടൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ വേർതിരിച്ചൊരു ദൈവമുണ്ടെന്ന് അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, എന്റെ ഭാവിയോ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു പദം കൂടെ ഇറങ്ങി പറയാം. ഇത്രയും പറഞ്ഞില്ലേ, എന്റെ സാക്ഷ്യം കൂടെ പറയാം. സ്തോത്രം. അതും കൂടെ പറയാനുള്ള സമയം കിട്ടുന്നു. ഇനി എന്നെ വിളിക്കുക വെച്ചാൽ ഓക്കെ. സ്തോത്രം. അത്രയും കൂടെ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിനൊക്കെ തുരുവായിരിക്കുമ്പോൾ നമ്മുടെ ഭാവി നിരക്കുന്ന പപ്പയും മമ്മിയല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, അല്ല 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് വേദനയോടെ പേറി പ്രസവിക്കുന്ന ഒരു തലമുറ. ആ തലമുറയ്ക്ക് ഒരു മമ്മി ജന്മം കൊടുക്കുമ്പോൾ 167 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദനയാണ് പ്രസവ സമയത്ത് എടുക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ മമ്മിമാരൊക്കെ ആശങ്കയോടെ തന്നെ നോക്കുന്നു. അത്രയും വേദന സഹിച്ചാണോ ഭാഷ ഞാൻ എൻ്റെ കൊച്ചിന്? മാമേ, 167 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദനയാ പ്രസവ സമയത്ത് ഒരു മമ്മി എടുക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ വേദന എടുത്തൊരു മമ്മി ഒരു കുഞ്ഞിന് പേറി പ്രസവിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇത്രയും വേദന സഹിച്ച് എൻ്റെ കൊച്ചിന് ഞാൻ ജന്മം കൊടുത്തല്ലേ, എൻ്റെ കൊച്ചിൻ്റെ ഭാവി ഞാൻ നിർണ്ണയിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പോലും സ്വർഗത്തിലെ ദൈവം പറയും, നിന്റെ കുഞ്ഞിൻ്റെ ഭാവി നീ പോലും നിർണ്ണയിക്കേണ്ട, ഞാനത് നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാ. എൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടതിന് അപ്പനെയും അമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകുകയില്ല. കാരണം എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ 2ാം മാസം കിടക്കുമ്പോൾ എൻ്റെ അമ്മ അറിഞ്ഞത് അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ എന്നെ ജനിപ്പിക്കാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതെന്നറിയാമോ? ഞാനും കൂടെ ജനിച്ചാൽ എന്നെ കൂടെ വളർത്താൻ ഒരു സാഹചര്യം എൻ്റെ വീടിനകത്ത് തന്നില്ല. ദാരിദ്ര്യം കൊടികുത്തി വാടുന്ന കാലം. എനിക്ക് മുമ്പ് ഒരാളുണ്ട്, അതെൻ്റെ ചേച്ചിയാ. ഇനി ഞാനും കൂടെ ജനിച്ചാൽ എന്നൊക്കെ അമ്മയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നെ പഠിപ്പിക്കണ്ടേ, എനിക്ക് വല്ലതും മേടിച്ചു തരണ്ടേ, എന്നെ സ്കൂളിൽ വിടണ്ടേ, ചിലവുള്ള പരിപാടിയല്ലേ. അതുകൊണ്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു എന്നെ ആഘോഷം ചെയ്ത് കളയാം. പക്ഷെ
പ്രശ്നം എന്നാണെന്നറിയാമോ? അബോഷൻ ചെയ്യണമെങ്കിൽ കൈ പൈസ വേണമെന്നേ. ആ സമയത്ത് എൻ്റെ അമ്മ ഒരു കുറുക്ക് ബുദ്ധി ചിന്തിച്ചു. ഇതണക്ക് വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് എൻ്റെ അമ്മ കയറി നിൽക്കും. 2-ാം മാസം വലിയ കയ്യിലെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? വലിയ തിട്ടയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. എന്നിട്ട് 3, 2, 1 എന്നൊക്കെ പറഞ്ഞ അമ്മ താഴോട്ടങ്ങ് എടുത്ത് ചാടും. ഞാനങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടെ, എന്നിട്ട് ഞാൻ ചത്തില്ല അമ്മ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം. അവസാനം അമ്മയോട് ആരോ പറഞ്ഞു, കപ്പയ്ക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി, കൊച്ചു കലക്കി പൊക്കോളൂ. കിലോ കണക്കിന് കപ്പയ്ക്ക് മേടിച്ച് തച്ചിരുന്ന് തന്നെ അമ്മ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നല്ലാതെ കലങ്ങി പോകുന്നില്ല. ചഷ്ടോത്രം. ഒരു ഗതിയും പരഗതിയില്ലെന്ന് കണ്ടപ്പോൾ കൊല്ലത്തൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ പോയി. ഞാൻ ഇന്ന് രാത്രി അവിടെ നിർത്തി ഒരു ദൂത് പറയാം. നിന്റെ സന്തതിയെ വാക്തത്വ സന്തതിയാണെങ്കിൽ അവനെ തൊടാൻ ഒരു ഫറവോന് ശക്തിക്ക് ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു ഹെരോദ മണ്ഡലത്തിന് ദൈവം വിട്ടുകൊടുക്കും. യേശുവിൽ ഒന്ന് കയറി വരാമോ? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാമോ? ഇന്ന് രാത്രി ദേശമേ, നിന്റെ തലമുറയുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഇന്ന് രാത്രി അത് കടങ്കഥയൊന്നുമല്ല, എൻ്റെ അനുഭവത്തെ എന്ന് ഞാൻ പറയാം. ഒരുത്തൻ യേശുവിലായാൽ അവന്റെ തലമുറയുടെ ഭാവി ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. ആ സമയത്ത് എൻ്റെ അമ്മ എന്തെല്ലാം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല, അബോർഷൻ ചെയ്യുന്നില്ല. അവസാനം കൊല്ലത്തൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ പോയി കണ്ടു. ആമ കിട്ടിയ പൈസയെല്ലാം കടം മേടിച്ചു അവിടെ ചെന്ന് കണ്ടിട്ട്, സാറേ ഉദരത്തിനകത്തൊരു കൊച്ചുണ്ട്, ഞങ്ങൾക്ക് വേണ്ട, അബോർഷൻ വേണം. നിയമങ്ങളൊന്നും ഇത്ര കർക്കശമല്ല. ഡോക്ടർ പറഞ്ഞു, കാര്യം എന്നാ? കാര്യം പറ, റീസൺ ഉണ്ടല്ലോ, റീസൺ പറ. അമ്മ പറഞ്ഞതേ, ഞങ്ങളിപ്പോൾ അതിനെ പ്രിപ്പയർഡ് അല്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതും കൂടെ ജനിച്ചാൽ ഇതിനെ നോക്കാൻ ഇപ്പോൾ ഒരു പ്രാപ്തി ഞങ്ങൾക്കില്ല. അന്ന് നിയമങ്ങൾ ഇത്ര കർക്കശമല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ ആവശ്യം? തീർത്ത് കളയാന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, കുറെ ടാബ്ലറ്റ് കൊടുത്തു. ഹോസ്പിറ്റലിനകത്ത് റൂമും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഹോസ്പിറ്റൽ റൂമിനകത്ത് കിടക്കും, നാളെ രാവിലെ ഞാൻ അബോർഷനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. അന്ന് രാത്രി ആ ഡോക്ടർ അങ്ങ് തിരിച്ചു വീട്ടിൽ പോയി. ഇനി പിറ്റേന്ന് വന്ന ഡോക്ടർ പറഞ്ഞൊരു വാക്ക് എന്നാണെന്നറിയാമോ? എൻ്റെ അമ്മയോട് ആ ഡോക്ടർ പറയാണ്, ഇന്നലെ രാത്രിയിൽ ഞാൻ പോയി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ലെന്ന്. സ്തോത്രം. ഉദരത്തിൽ കിടക്കുന്ന എന്നെ കാണാത്ത ഡോക്ടർക്ക് സ്വസ്ഥത കൊടുക്കാത്തത് ആരാച്ചാ? അവനെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. പിറ്റേന്ന് വന്നിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഡോക്ടർ എൻ്റെ മാതാവിനെ കൗൺസിൽ ചെയ്യുക. കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ദാനങ്ങളല്ലയോ? സ്തോത്രം. ക്രിസ്ത്യാനിയായിരിക്കുന്ന ഡോക്ടർ പറയുക, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങളാണ്, അതുകൊണ്ട് കൊച്ചിനെ നശിപ്പിക്കണം. അമ്മ പറഞ്ഞു, സാറിന് ഇതൊക്കെ പറയാം, കൊച്ചു ജനിച്ചാൽ സാമ്പത്തിക പ്രശ്നം എന്നാ, പഠിപ്പിക്കാനുള്ള ബുദ്ധി, ഇവന് ബാഗൊക്കെ മേടിക്കണ്ടേ, ഇവന് പുസ്തകമൊക്കെ മേടിക്കണ്ടേ. അപ്പൊ ഡോക്ടർ ഒരു കുറുക്ക് വഴി പറഞ്ഞു കൊടുത്തു. അതൊരു വിഷയമുള്ള കാര്യമല്ല. അമ്മ പറഞ്ഞു, സാറ് തരുമോ പൈസ? ഞാൻ തരികയില്ല. പിന്നെ എങ്ങനെ? സ്തോത്രം. ഇതിന് മുമ്പിട്ട് ഒരാളുണ്ടല്ലോ. അപ്പൊ എന്നാ പറഞ്ഞു, ഇതിന് മുമ്പിട്ട് ഒരാളുണ്ട്, ഇതിന്റെ സഹോദരിയാ, ചേച്ചിയാ. എന്നാ പിന്നെ പ്രശ്നമില്ല. അതെന്നാ, എന്തായാലും അവർക്ക് പുസ്തകം മേടിക്കണം. അടുത്ത വർഷമല്ലേ ഇവന്റെ കൂടെ എത്തുള്ളൂ, ഇതിന്റെ കൂടെ എത്തുള്ളൂ. അങ്ങനാണെങ്കിൽ അവള് പഠിക്കുന്ന പുസ്തകം ഇവന് കൊടുക്കാം, സെക്കൻഡ് ഹാൻഡ്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. എന്തായാലും പുതിയ വർഷം അവർക്കൊരു ബാഗ് മേടിക്കണം. അപ്പൊ പിന്നെ പഴയ ബാഗ് ഫ്രീ ആയല്ലോ, അത് നമുക്ക് ഇവന് കൊടുക്കാം, സെക്കൻഡ് ഹാൻഡ്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ പലതും പറഞ്ഞ് കൗൺസിൽ ചെയ്ത് എൻ്റെ മാതാവിനെ അവസാനം എൻ്റെ അമ്മയൊരു തീരുമാനം, എന്നാ പിന്നെ ആട്ടെ വരുന്നിടത്ത് വെച്ച് സ്തോത്രം, അബോർഷൻ വേണ്ട എന്നൊരു ചിന്തയിൽ, എന്തായാലും ദാരിദ്ര്യം, ഇന്നൊരു കൊച്ചും കൂടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയിൽ, അബോർഷൻ വേണ്ട എന്നൊരു ചിന്തയിൽ റൂം വിട്ട് വെക്കേറ്റ് ചെയ്ത് പുറത്തോട്ടിറങ്ങാൻ നേരം ഡോക്ടർ കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്നാ? ഇന്നലെ രാത്രി ഒരു ഇഞ്ചക്ഷൻ തന്നില്ലായിരുന്നു? കുറെ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ? അതിന്റെ സൈഡ് എഫക്റ്റ് കൊച്ചിനുണ്ടാകും. അമ്മ ചോദിച്ചു, അതെങ്ങനെയാ? അതൊരു കാലിന് നീളം കൂടുതലോ, ഒരു കാലിന് നീളം കുറവോ, അല്ല കണ്ണിന്റെ കാഴ്ചശക്തി, തലയോട്ടി, ബ്രെയിൻ, എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട് ബൈ ബർത്തിലേ അറിയാൻ പറ്റും. നല്ലോണം നോക്കിയോണം കേട്ടോ. ഇത് രാത്രി യോഗം കഴിഞ്ഞാൽ അങ്ങ് പോകും. സ്തോത്രം. എന്തായാലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. സ്തോത്രം. ഈ എൻ്റെ അമ്മ പറയുന്ന സാക്ഷ്യത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എടാ നീ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെക്കുറിച്ച് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടാകും, ഈ കൊച്ചെന്താകുന്ന. സ്തോത്രം. ഈ കൊച്ചെന്താകും? അത് ബൈബിളിനകത്തൊരു ചോദ്യമാണ് അമ്മേ. യോഹന്നാനെ കാണാൻ വന്ന ബേബി കിറ്റുമായിട്ട് വന്ന നാട്ടുകാർ, മാനേഴ്സ് ഇല്ലാത്ത ജനം, യോഹന്നാനെ ബേബി കിറ്റുമായിട്ട് കാണാൻ വന്ന് കൊച്ചിന് ബേബി കിറ്റും കൊടുത്തിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ട് പോകുന്നതിന് പകരം യോഹന്നാനെ കുറിച്ച് നാട്ടുകാരെല്ലാം കൂടെ ചോദിച്ചു, ഈ പൈതൽ എന്താകും? സ്തോത്രം. അടുത്ത വാക്ക് എനിക്ക് ഇഷ്ടമാണ്. അവന്റെ അപ്പൻ സെക്കരിയാവ് പരിശുദ്ധാത്മാവി പ്രവചിച്ചു, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളി. നാട്ടുകാരെ ബുദ്ധി കൊണ്ടാ ചോദിച്ചു, നിന്റെ കൊച്ചിന്റെ ഭാവി എന്താകുമെന്ന്. അഭിഷേകമുള്ള പപ്പായെ ബുദ്ധി കൊണ്ടല്ല മറുപടി പറഞ്ഞത്, ആത്മാവി മറുപടി പറഞ്ഞു, നീ ദൈവത്തിന്റെ പ്രവാചകനായി മാറും. സ്തോത്രം. അങ്ങനെ ഞാൻ എന്താകുന്നൊരു ചിന്തയില്ല. എൻ്റെ അപ്പനും അമ്മയും ഹോസ്പിറ്റൽ റൂമിനകത്ത്, ലേബർ റൂമിനകത്ത് കയറുന്നു. സ്തോത്രം. എൻ്റെ അമ്മ ഇപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം. ആ ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവർ അപ്പൻ അവരെ കാണാമെന്ന് വലിയ ലഡുവും ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ടാണ്. പക്ഷെ നീ ജനിച്ചപ്പോഴോ നിന്റെ അപ്പൻ നിന്നെ കാണാമെന്ന് നീളുള്ളൊരു ടേപ്പ് മേടിച്ചുകൊണ്ടാണ്. കാലൊക്കെ അളവ് നോക്കാൻ കൃത്യമാണോ? സ്തോത്രം. കൊച്ചു കാല് പിടിച്ച് വലിച്ചു ഈ മനുഷ്യൻ അളവ് നോക്കിയപ്പോൾ നേഴ്സ് നോക്കി, ഈ മനുഷ്യൻ ഈ കൊച്ചിൻ്റെ കാല് പിടിച്ച് എന്നാ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, മിണ്ടരുത്, ചുപ്രഹോ, കാലിൻ്റെ നീളമൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. എൻ്റെ തമ്പുരാനേച്ച് നീളം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഭാവി നിർണ്ണയിക്കുക നമ്മുടെ പപ്പയല്ല, മമ്മിയല്ല, വരത്തുപോക്കുകളല്ല, ശാപമല്ല, ജാതകമല്ല. അകത്ത് വിശ്വാസമുള്ളവർ പറയും, എൻ്റെ തലയ്ക്ക് മുകളിൽ ജീവനുള്ളൊരു ദൈവമുണ്ട്, അവനത്ര എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ശാപങ്ങളും അനർത്ഥങ്ങളും. ഒരു പ്രത്യേക രാത്രിയിൽ, ഡിസംബറിനോട് ചേർന്നിരിക്കുന്ന ഒരു മാസം,
ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിലേക്ക് പാതിപടിയിൽ അവസാനിച്ച് നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ടിലേക്ക് അടുക്കയിടയ്ക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ നിമിത്തവും മരണം നിമിത്തവും മനസ്സും അടുത്തുപോയി എൻ്റെ മാതാവ് കസേര ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട്, സ്തോത്രം, അന്ന് രാത്രിയിൽ മരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന രാത്രി ഒരു വിശക്കുപ്പി അല്ലെ ഒരു പിടി തൊണ്ടുകയറ് ജീവിതം അവസാനിപ്പിക്കാച്ചാ, എന്തിനെങ്ങനെ ജീവിക്കുന്നേ? ആമൻ. ബന്ധുക്കൾക്കില്ലാത്ത പ്രശ്നം, രക്തബന്ധങ്ങൾക്കില്ലാത്ത പ്രശ്നം. അന്ന് ചിന്തിച്ച എൻ്റെ മാതാവ് അന്ന് രാത്രി മരണത്തെ കുതിയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. 2 വീടപ്പുറം മാറി ഒരു പെന്തക്കോസുകാരൻ ഉപദേശി അന്ന് രാത്രി ഒരു ആത്മീയ യോഗം നടത്തിയ രാത്രിയാണ്. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനകത്ത് ഒരു ഉപദേശി ഉണ്ടച്ചാ, എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. സഞ്ചിക്കകത്ത് കുത്തി നിറച്ച ട്രാക്റ്റുകൾ ദേശത്ത് കൊണ്ട് വിതരണം ചെയ്യും. ഒരു സാധാരണക്കാരൻ ദൈവദാസൻ, സഞ്ചാരി ഉപദേശി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെയും അങ്ങനെയുള്ള അഭിഷക്തന്മാരൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. സഞ്ചിക്കകത്ത് നിറച്ച ട്രാക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന, പരസ്യയോഗങ്ങളൊക്കെ പ്രസംഗിക്കുന്ന, അവർക്ക് വേദികളിലൊന്നും അവസരം വലുതായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവർ സുവിശേഷത്തിന് വേണ്ടി ചോകാൻ വേണ്ടി നിൽക്കുന്നവരാ. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവദാസൻ ഞങ്ങളുടെ ദേശത്തിനകത്ത് മാസത്തിലൊന്ന് വരും. കാലിനിച്ചിരി സ്വാധീനത്തിന്റെ കുറവുണ്ട്. ആ പുള്ളിങ്ങനെ മുടന്തിയാ വരുന്നത്. നാട്ടിൽ ഞങ്ങളുടെ ചോരത്തിളപ്പുള്ള ചില ചെറുപ്പക്കാരുണ്ട്, പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവര്. അവർ ഉപദേശി കാണുമ്പോഴേ പറയും, മുടന്തിരുപദേശി വരുന്നു. സുവിശേഷത്തെക്കുറിച്ച് കളിയാക്കലേറിയ, പക്ഷെ എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശിയെ, എല്ലാ വീടുകളും കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ഒരു ഉപദേശിയെ. എൻ്റെ മാതാവ് മരിക്കാനിരിക്കുന്ന രാത്രിയുടെ പകൽ ആ മനുഷ്യൻ ഞങ്ങളുടെ ദേശത്തിനകത്തുണ്ടായിരുന്ന പകൽ തുടങ്ങിയ തന്റെ സുവിശേഷ പ്രവർത്തനമേ വൈകിട്ട് താൻ പരിസമാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ ഭക്തരെ, ഇന്ന് രാത്രി ഈ ദേശം നീ വിട്ടുപോകരുത്. ഈ ദേശത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി നീ ഒരു പ്രാർത്ഥന സംഘടിപ്പിക്കണോ? ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, അപ്പൊ നീ എന്നാ പറയുന്നേ? പ്രാർത്ഥന സംഘടിപ്പിക്കാമോ? ഞാനോ? എങ്ങനെ അപ്പൊ ഞാൻ പ്രാർത്ഥന? എന്നെ ഈ നാട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ദൈവം ആ മനുഷ്യനെ നിയോഗിച്ചു പറഞ്ഞില്ല, നീ ഇന്ന് രാത്രി ഒരു യോഗം സംഘടിപ്പിക്ക്. ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ നീ ഒരു പ്രാർത്ഥന കൂട്ടം സംഘടിപ്പിക്കാമെങ്കിൽ മരണത്തിന്റെ കുരുക്കുകളെ ഇന്ന് രാത്രി ഞാൻ അഴിച്ചു കാണിക്കാം. സ്തോത്രം. അച്ഛാ, ദൈവം പറഞ്ഞതിന്റെ ഒറ്റ പേരിൽ ഓടരാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുപോൾ എന്ന് പറയുന്ന സഹോദരിയുടെ വീടിനകത്ത് കയറി മനുഷ്യൻ ചോദിച്ചു, ഇച്ചിരി നേരത്തേക്ക് വീടൊന്ന് വിട്ടുതരാമോ, ഒരു യോഗം നടത്താൻ? ആ സഹോദരി പറഞ്ഞു, പാസ്റ്റേ, വീടിന്റെ മിറ്റമെടുത്തോ? ചരല് കൊണ്ട് നിറയപ്പെട്ടൊരു മിറ്റം അമ്മാമേ. ഈ ഗ്രൗണ്ട് വൃത്തിയായിരിക്കണ പോലെ അത്ര വൃത്തിയൊന്നുമല്ല, ചരല് കൊണ്ട് നിറയപ്പെട്ട മിറ്റോ. കുറെ പുൽപ്പാവാരിക്കൊണ്ടിട്ടോ മനുഷ്യന്. അന്ന് രാത്രി സ്തോത്രം പറഞ്ഞ ആ മീറ്റിംഗ് ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ മീറ്റിംഗിനകത്ത് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, മനോഹരമായ സൗണ്ട് സിസ്റ്റം. അത് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ല ദൈവദാസന്മാർ. രാവിലെ ഞാൻ ദൈവദാസനോട് സംസാരിച്ചപ്പോൾ ഈ സൗണ്ട് സിസ്റ്റവും ഇതൊക്കെ ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം അവരെ കുറിച്ച് നല്ല വാർത്തകളൊക്കെ ഞാൻ കേട്ടു. ഇങ്ങനെയുള്ളവർ ഈ ദേശത്തിനകത്തുണ്ടല്ലോ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവർ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. പക്ഷേ ഞങ്ങളുടെ ദേശത്തിനകത്ത് മുടന്തിന് ഉപദേശം നടത്തുന്ന യോഗത്തില് ഒരു മൈക്ക് സെറ്റിന്റെ ക്രമീകരണവും ഇല്ല, ഒരു ട്യൂബിന്റെ വെളിച്ചവും ഇല്ല. ദൈവം പറഞ്ഞതിന്റെ പേരിൽ അന്ന് രാത്രി പെട്ടെന്ന് ക്രമീകരിച്ച യോഗത്തിൽ പതിഞ്ഞ ശബ്ദത്തെക്കാൾ കവിയുന്ന ശബ്ദത്തോടെ മനുഷ്യ സ്തോത്രം പറഞ്ഞ് ആരംഭിച്ചാ, അതുവരെ ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു ഉണർവ് അന്ന് രാത്രി ഞങ്ങളുടെ ദേശത്തിനകത്ത് ദൈവം അയച്ചു. ഇദ്ദേഹത്തിന്റെ സ്തോത്ര ശബ്ദം കേട്ട നാട്ടിൽ പേരിനു മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ചില ക്രിസ്ത്യാനി കുടുംബങ്ങൾ ഇദ്ദേഹത്തിന്റെ സ്തോത്ര ശബ്ദം കേട്ടപ്പോ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയ ഒരു കുഞ്ഞാടിനെ പോലെ പായ്ക്കകത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സഭയെ നോക്കി ഞാനൊരു ദൂത് പറയാ, അകം തിളയ്ക്കുന്ന അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കുമ്പോ ദേശത്തിന്റെ വാതിലുകളെ തുറപ്പാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടമ്മേ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അഭിഷേകം വ്യാപരിക്കപ്പെട്ടപ്പോ പെന്തക്കോസിനകത്ത് കൂടി വന്ന ജനം, പെരുന്നാളിന് കൂടി വന്ന ജനം ആലയത്തിനകത്ത് കയറിയത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്ക് ഒരു പവറുണ്ട് മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് നിന്റെ വായെന്ന് വീഴുന്ന അഭിഷേകത്തിനൊരു പവറുണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇദ്ദേഹം സ്തോത്രം പറഞ്ഞപ്പോ പേരിന് മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനികൾ യോഗത്തിനകത്ത് വന്നിരിക്കാൻ തുടങ്ങി. വന്നവരെ നോക്കി ഉപദേശി ചോദിച്ചു, കർത്താവ്, ഈ സഹോദരിയാണോ നിനക്ക് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക? ദൈവം പറഞ്ഞു, അവളല്ല. അടുത്താളെ ചുരുക്കി, കർത്താവ്, ഈ സഹോദരിയാണോ നിനക്ക് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പത്ത്? ദൈവം പറഞ്ഞു, അവളല്ല. ആരാത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അപേക്ഷിച്ചു, ഈ സഹോദരിയാണോ? ആ സഹോദരി. ദൈവം പറഞ്ഞു, അവരാരും അല്ലടാ. ഇന്ന് രാത്രി ഒരുവളുണ്ട്, അവളെ മരണത്തിന്റെ ഘട്ടഴിച്ചു ഞാൻ ഈ പായ്ക്കകത്ത് കൊണ്ടിരുത്താൻ പോവുക. ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി ഞാൻ എന്നാ വേണോ? ആമേൻ, പ്രസംഗിക്കട്ടെ. ദൈവം പറഞ്ഞു, ഇപ്പൊ നീ പ്രസംഗിക്കണ്ട, ഇപ്പൊ ഒരു പാട്ടുപാടി എന്നെ ആരാധിക്കണോ? 100 കണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ കാണാതറിയാവുന്ന ഉപദേശി അന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തോട് ചോദിച്ചു, ഏത് പാട്ടുപാടി ആരാധിക്കണോ? എപ്പോഴും ചർച്ചിന്റെ കോർ ടീമിനോട് ഞാൻ പറയുന്ന ഒരു ഉപദേശമുണ്ട്, പെട്ടെന്ന് അറിവിനകത്തൊരു പാട്ട് പാടാതെ പിന്നെയോ തലേ രാത്രി ശനിയാഴ്ച വൈകിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ചോദിക്കണോ, നാളെ ഞായറാഴ്ച ഞങ്ങളുടെ സഭായോഗത്തിന്റെ ദിവസവും ഏത് പാട്ടുപാടി ആരാധിക്കണം നമ്പുരാനെ എന്ന് ചോദിച്ചു മേടിച്ചെടുത്തുകൊണ്ട് വരുന്ന ഒരു പാട്ടിന്റെ 4 വരിയപ്പോടി പോലും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അമ്മാമേ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപദേശിച്ചു ചോദിച്ചേ, ഏത് പാട്ടുപാടി ആരാധിക്കണോ? ദൈവം പറഞ്ഞിടാ, പണ്ടെന്റെ ഒരു ഭക്തനുണ്ടായിരുന്നടാ, വാടക വീടിന്റെ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ
കുഞ്ഞുങ്ങളെ മാറത്തോട് ചേർത്ത് പിടിച്ച് വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ആമേൻ ഓർഡർ ചോദിച്ചു, നാണമില്ല ഉപദേശി, വാടകയ്ക്ക് പൈസ തരാതെ കയറി താമസിക്കുന്നു, ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ സ്വത്ര അഭിമാനമുള്ള ഉപദേശി അന്ന് രാത്രി ആ വീട്ടിൽ ഇനി നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 2 കുഞ്ഞുങ്ങളെ പറക്കമുറ്റാത്തവടെ ഇങ്ങനെ മാറത്തോട് ചേർത്ത് പിടിച്ച് വീട് വിട്ട് പുറത്തോട്ടിറങ്ങുക. അന്ന് രാത്രി പ്രകൃതി പോലും ശോഭിച്ച മഴ, ഒരു തുള്ളിക്കൊരു കുടമെന്ന രീതി മഴ പെയ്തിറങ്ങി. ആ മഴ മൊത്തം നനഞ്ഞ് വഴിയരികെ കണ്ട് എന്തോന്നിലോട്ട് ഇങ്ങനെ കാല് ഓന്നി വെച്ച് തമ്പുരാന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്റെ അപ്പായേ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ ലജ്ജിച്ചു പോകുന്നു, എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തൻ ഉയരത്തിലുണ്ടോ? നനഞ്ഞ് കുതിർന്നിരിക്കുന്ന രാത്രിയിൽ സ്വർഗം തുറന്ന ആ ഭക്തനൊരു പാട്ട് കൊടുത്തു. ക്രൈസ്തവ കൈരളിക്ക് മറക്കാൻ കഴിയാത്ത പാട്ടിന്റെ ആദ്യത്തെ ഈരടികൾ ഇങ്ങനെ ആരംഭിക്കുന്നു. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ? ഇന്ന് രാത്രി ദേശത്തോട് ദൈവം സംസാരിക്കുന്നു. കരുതുന്ന ഒരു ജീവനുള്ളവനുണ്ട്, നീ കലങ്ങുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ഉപദേശിക്ക് കിട്ടിയ പാട്ട് ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി സ്തോത്രം പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു, ഈ പാട്ട് പാടി എന്നെ ആരാധിക്കണോ? തന്റെ മുഴുവൻ ആർജവും ശബ്ദവും എടുത്ത് പതിഞ്ഞ സ്വരത്തെക്കാൾ കവിയുന്ന ശബ്ദത്തോടെ ഈ മനുഷ്യൻ ഈ പാട്ട് പാടി ആരാധിക്കാൻ തുടങ്ങി. എനിക്കിന്നും അറിയത്തില്ല അച്ഛാ, ആ പാട്ട് അവിടെ ഇരുന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികളെ സ്പർശിച്ചൊന്നും എനിക്കും ഇന്നും അറിയാൻ പാടില്ല. പക്ഷെ 2 വീടപ്പുറം മാറി ശാപം പിടിച്ച വീടിന്റെ മുറ്റത്തിൽ ചാകാനിരിക്കുന്ന എന്റെ മാതാവിന്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് ആ വരി വന്ന് പതിച്ചു. എന്റെ അഭിഷക്തന്മാരെ, നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ജനം ചിന്തിക്കുന്നത് ഇത് വലിയ ശുശ്രൂഷയൊന്നുമില്ല, പ്രസംഗമാ വലിയ ശുശ്രൂഷ. ഞാൻ ഇന്ന് രാത്രി എന്റെ അനുഭവത്തെ തിരിച്ചു പറയാം. പ്രസംഗത്തെക്കാൾ ഒരു പവർ പാട്ടിനുണ്ട്. ഏത് മനസ്സുകളെ തൊടാൻ പാട്ടിന്റെ വരികൾക്ക് മനസ്സിലാകുന്നവർ. പ്രസംഗം എല്ലാവർക്കും പിടികിട്ടുള്ള നിർബന്ധമില്ല, പക്ഷേ പാട്ടിനകത്തുള്ളൊരു ആത്മസാന്നിധ്യം ഏത് മനുഷ്യന്റെ മനസ്സിനെ തൊടുന്നതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. അന്ന് രാത്രിയിൽ ഈ പാട്ടിന്റെ വരികൾ എന്റെ മാതാവിന്റെ കാതിനകത്തേക്ക് വന്ന് പതിച്ചു. ആദ്യമായി എന്റെ അമ്മ ജീവനുള്ള യേശുവിനോട് ചോദിക്കാൻ തുടങ്ങി, കരുതുന്നവൻ നീയാണോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്നവൻ നീയാണോ? പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൈന്ദവ വിശ്വാസപ്രകാരം നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൾ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ പോയിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് എന്റെ മാതാവ് അതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ പാട്ടിന്റെ 2ാം സ്റ്റാൻസ് എത്തി. അച്ഛാ, അബ്രഹാമിന്റെ ദൈവമല്ലയോ ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ഈ വരി കൂടെ കേട്ടപ്പോ പിന്നമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുള്ള കസേര വിട്ട് ചാടിയെടുത്തിട്ട് എന്റെ മാതാവ് വീട്ടിലെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിങ്ങളുടെ ഇതിനകത്ത് സഹോദരിമാരെ കണ്ടോ, സഹോദരന്മാരെ കണ്ടോ? നിങ്ങൾ ഈ പന്തലിന്റെ നടുവിൽ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് പോലെ എന്റെ മാതാവിന് വന്നിരിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെ യോഗത്തിൽ പോയിരുന്ന പ്രശ്നമാ, ക്രിസ്ത്യാനികളെ യോഗത്തിൽ ഹിന്ദുക്കൾ പോയിരുന്ന പ്രശ്നമായെന്ന് ചിന്തിച്ച് എന്റെ മാതാവ് ആരും കാണാതെ ഈ മിറ്റത്തിന്റെ ഓരം ഇങ്ങനെ തെന്നി മാറി, ആരെ ശ്രദ്ധപ്പെടാതെ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ആ വീട്ടുകാർ നട്ടൊരു വാടിയുണ്ട്. ആ വാടിയുടെ ചെളിക്കൂട്ടത്തിനകത്ത് എന്റെ മാതാവ് ഇങ്ങനെ പോയിരുന്നു. ആരെയും കണ്ണിപ്പെട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആദ്യത്തെ പെന്തക്കോസിന്റെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇറങ്ങി പറയൂ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു പമ്പലിന്റെ കീഴിലല്ല, ഒരു AC റൂമിനകത്ത് ശീതീകരിച്ച അന്തരീക്ഷത്തിലല്ല, ഒരു ഫാനിന്റെ തണലിലല്ല. ആമേൻ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നതേ ഒരു വാടിയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന ദൂത്. ഞാൻ പറയാ, നീ അവിടെ ഇരുന്നാലും നിന്നെ കാണാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നീ പന്തലി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല സഹോദര. നീ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, നീ വീടിന്റെ റൂമിനകത്തിരുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും, ഇതെനിക്ക് കേൾക്കണ്ട എന്ന് വെച്ച് നീ കഥകടച്ചിരിക്കുന്നവനാണെങ്കിലും, ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് നിന്നെ അന്വേഷിക്കുന്ന ഒരു ജീവനുള്ളവനുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മാതാവ് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിരുന്നത് ക്രിസ്ത്യാനികൾ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന, ഞാൻ ഇവിടെ വന്നിരുന്ന ഉപദേശി കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഈ വാടിയുടെ മറവിൽ കാണാൻ കഴിവുള്ള 2 കണ്ണുകളുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, എനിക്കിന്ന് രാത്രി നിന്നെ ഒന്ന് കാണണം. എൻ്റെ അമ്മയുടെ അടുത്ത പ്രാർത്ഥന വാചകം എന്നാണെന്നറിയാമോ? ഞാൻ കൊണ്ടുവച്ച പൂജാ വസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ, ഇതൊരു മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ പറയുന്ന വാക്കല്ല, എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെ ഞാൻ അടർത്തിയെടുത്ത് പറയാം. എൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് ഇതാ, ഞാൻ കൊണ്ടുവച്ച പൂജാ വസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊട്ടതായി എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊണ്ടുവച്ച നിവേദ്യങ്ങൾ കൈകൊണ്ട് എടുത്ത് ഭക്ഷിച്ചൊരു ദൈവത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കൈകാലികൾ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ, സ്വത്ര സ്പർശിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, വായ് കൊണ്ട് എന്നോട് സംസാരിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വാടിയുടെ മറവിലേക്കൊന്ന് ഇറങ്ങി വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെന്തക്കോസിൽ ആദ്യത്തെ മാതാവിന്റെ
നിന്റെ പ്രാർത്ഥന. ജീവനുള്ളവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇറങ്ങി വാ, എനിക്ക് നിന്നെ കാണണം. താനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അമ്മ അടുത്ത് പറയുന്ന വാക്ക്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മ അടുത്ത വാക്ക് ഞാൻ എവിടെയും അത് പറയൂ. എന്റെ മാതാവ് അടുത്ത പറഞ്ഞ വാക്ക് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരുത്തരെ കാണുകയാണ്, തേജസ്സിനെയൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ സിംഹാസനത്തിനകത്തുന്നു മേഘത്തിൽ നിന്നും ഒരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. അവന് 2 കൈകളുണ്ട്, അവന് 2 കാലുകളുണ്ട്. കണ്ടാൽ മനുഷ്യനെ പോലെ തോന്നും, പക്ഷേ അവൻ ഇറങ്ങി വന്നതിന് മേഘത്തിന്റെ നടുവില. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവമേ അമ്മൂമ്മ കഥയുടെ ദൈവമല്ല, കെട്ടുകഥയുടെ ദൈവമല്ല. ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചവൻ, ഒരിടത്ത് ഒരപ്പൂപ്പ ജീവിച്ചിട്ട് അതല്ല യേശു. യേശു ജീവനുള്ളവനാണ്. മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം. ഓ, രക്തത്താൽ ജയമെടുക്കുന്നു. അന്ന് രാത്രി എൻ്റെ മാതാവ് അവിടെ ഇരുന്നു കൊണ്ട് ഈ കാഴ്ച കാണുക. എൻ്റെ ശുശ്രൂഷയിലെ അല്പമൊക്കെ ക്ഷീണം വരുമ്പോൾ ഓടി വന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, സാക്ഷി ഒന്നുകൂടെ പറ. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, സാക്ഷി ഒന്നുകൂടെ പറ. അമ്മ പറഞ്ഞു, എത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മടുപ്പ് തോന്നുകയല്ലേ, ബോറില്ലേ നിനക്ക്? ഇല്ലച്ചാ, ഇപ്പോഴും കേൾക്കുമ്പോൾ അകത്തൊരു ജീവൻ വാടുന്നത് പോലെ. സ്തോത്രം. യേശുവിനെ കണ്ടു എന്നുള്ള ഭാഗം പറയുമ്പോൾ ഞാൻ ചോദിക്കും, മുഖം കണ്ടായിരുന്നോ? അമ്മ പറയും, മുഖം മാത്രം കണ്ടില്ലടോ, അത് തേജസ് വാരിച്ചിട്ടൊരു മുഖമായിരുന്നു. പക്ഷെ അവൻ എന്നെ തൊടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. തൊട്ടതാരാ എന്നറിയാൻ വേണ്ടി എൻ്റെ അമ്മ കണ്ണു തുറന്നു. എൻ്റെ അമ്മ കണ്ണു തുറന്നപ്പോൾ തനിക്ക് മനസ്സിലാകുന്നേ, അച്ഛാ, ഇപ്പൊ താനിരിക്കുന്ന വാടിയുടെ മറവിലല്ല, ആ മീറ്റിംഗിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തുറയില്ല. ഇതിനിടയിൽ വെച്ച് എഴുന്നേറ്റതറിയില്ല, നടന്നതറിയില്ല, ഈ 6-7 സെക്കൻഡിൽ എഴുന്നേറ്റ് വന്നിരുന്നറിയില്ല. ഇന്ന് രാത്രിയിലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സഭയോട് ഞാൻ പറയാം, നീ പോലും അറിയാതെ നിന്നെ ആത്മവിവശതയിൽ എടുത്തുകൊണ്ടുപോകാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഫിലിപ്പോസേ, നീ പോലും അറിയാതെ നിന്നെ ആസ്തോദിനകത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീസസ്. അന്ന് രാത്രിയിൽ മീറ്റിങ്ങിന്റെ ഫ്രണ്ടിൽ തുറയിലിരുന്നപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം തോളത്തോട് ചോദിച്ചു, ഇത് അർജുനൻകുട്ടിയുടെ ഭാര്യയല്ലേ? അതെ. ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്ന്? എൻ്റെ മാതാവ് തിരിച്ചൊരു വാക്ക് പറഞ്ഞു വെച്ചാൽ ആ വാക്ക കഴിഞ്ഞ 19 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നേ. തമ്പുരാന്റെ കൃപയാൽ 14 വയസ്സിൽ എൻ്റെ പ്രസംഗ ജീവിതം ഞാൻ ആരംഭിക്കുന്നേ. ദൈവകൃപയാൽ കഴിഞ്ഞ 19 വർഷങ്ങളായി പ്രസംഗിക്കാൻ ഒരു ഭാഗ്യദൈവം എനിക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാം, ആ വാക്ക്, എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നത്. ആ സ്തോത്രം. എൻ്റെ മാതാവ് തിരിച്ച് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ യോഗത്തിനകത്ത് വന്നത്, ഈ ഉപദേശി പോലും എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാത്രി എൻ്റെ വീടിനകത്തോ ഞാൻ മരിക്കാനിരുന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടു. ഈ പാട്ട് കേട്ട സ്ഥലത്തിൽ ആ വാഴയുടെ മറവിൽ ഞാൻ വന്നിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഒരുവനെ കണ്ടു. നീ ആരെയാ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മാതാവ് പറഞ്ഞു, ഞാൻ കണ്ടവൻ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. എൻ്റെ യേശു ജീവിക്കുന്നു. ലജ്ജയില്ലെങ്കിൽ കരമൊന്ന് ഉയർത്തി പറഞ്ഞ യേശു ജീവിക്കുന്നു. പോരാ, ഈ 2 രാത്രി സഭ ഉൾപ്പെടെ ശബ്ദം ഉയർത്തി പറ, യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുമോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ചില വാക്കുകളൊക്കെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ദേശത്തെ മുറിവേൽപ്പിക്കാൻ എനിക്ക് മാനസികമായി താല്പര്യമില്ല. അല്ല, ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ആമേൻ, സ്തോത്രം. ജീവിക്കുന്നവൻ കണ്ണും തള്ളിയവനല്ല, ജീവിക്കുന്നവൻ നാക്ക് നീട്ടിയവനല്ല, ജീവിക്കുന്ന ശൂലം പിടിച്ചവനല്ല, ജീവിക്കുന്നത് മരിച്ച് കല്ലറയിൽ ഒതുങ്ങിപ്പോയവനല്ല, ജീവിക്കുന്നത് ഐതിഹ്യ പുരുഷന്മാരല്ല, ജീവിക്കുന്നത് ആൾ ദൈവങ്ങളല്ല. ജീവിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത്ഭുത മന്ത്രിയായവൻ ജീവിക്കുന്നു. ജീവിക്കുന്നവൻ വീരനാം ദൈവമായവൻ ജീവിക്കുന്നു. നിത്യപിതാവായവൻ ജീവിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവായവൻ ജീവിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ ജീവിക്കുന്നു. ആദീനും അന്തിരുമായവൻ ജീവിക്കുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ ജീവിക്കുന്നു. തത്വത്തിന്റെ മുദ്രയായവൻ ജീവിക്കുന്നു. സകല പിതാക്കന്മാർക്കും ആദിജാതനായവൻ ജീവിക്കുന്നു. ഷായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയായവൻ ജീവിക്കുന്നു. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ജീവിക്കുന്നു. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ജീവിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു എന്നൊരു ബോധ്യം അകത്തുണ്ടെങ്കിൽ കരകളെ അടിച്ചു കർത്താവിന് നന്ദി പറ. 7 പൊൻനിലവിളക്കുടെ നടുവിൽ നിലയെങ്കി ധരിച്ചവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവൻ, കണ്ണ് അഗ്നിജ്വാലയ്ക്കത്തുള്ളവൻ, ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാൾ വായിൽ വഹിക്കുന്നവൻ, സർവശക്തനായവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു. ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ പറ, എന്റെ മുഖം ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ അന്ധകാരത്തിന്റെ മേഖലകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. ജീവിക്കുന്ന യേശുവിനെ അരിഞ്ഞ
പുൽപ്പുറത്തിനകത്ത് ദൈവത്തിന്റെ മഞ്ഞുതുള്ളികൾ വന്നു വീഴുന്നതിനേക്കാൾ ശക്തിയോടെ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറ, എന്റെ യേശു ജീവിക്കുന്നു. കേൾക്കട്ടെ, ദേശം കേൾക്കട്ടെ. യേശു ജീവിക്കുന്നു. സകല പൈശാചിക 33 കോടി ദൈവങ്ങളിൽ, 60,600 അസുരഗണങ്ങളിൽ, 1001 ബലികുണ്ട ദേവതകളല്ല, 101 മന്ത്രമൂർത്തികളല്ല, ഭൂതങ്ങളല്ല, പ്രേതങ്ങളല്ല, കാട്ടുപിശാചിക്കളല്ല. ജീവിക്കുന്ന ഒരുവരേ ഉള്ളൂ. അവൻ പാതാളത്തെ ജയിച്ചവൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ളവർ കരമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ഉറക്കെ പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ശബ്ദമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ആമേൻ. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ ഘോഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒരു പിടി തുണ്ടുകയറിനകത്ത് നിന്റെ ജീവിതം അവസാനിക്കില്ല. ഒരു വിശക്കുപ്പി നിന്നെ അവസാനിപ്പിക്കില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് നിന്റെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും വീട് തകർന്ന് നശിച്ചു പോകത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് എന്റെ തലമുറയും ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. അങ്ങാണും 6 അടി മണ്ണിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോയാലും പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അവസാനത്തെ പിടി മണ്ണ് വാരിയിട്ടേച്ച് പറഞ്ഞു പോകുന്ന ഒരു ദൂതുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ മാത്രം ഒരു കുത്തകയുടെ വാക്കാണ്. ദാനിയേലേ, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരണം എന്ന് വെച്ചാൽ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു വീണ്ടും വരുമ്പോ കല്ലറകളെ പൊട്ടിച്ച് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ചേർന്ന് ശക്തിയോടെ സ്വസാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ സ്വസാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ശാപത്തിന്റെ ദുഃഖങ്ങൾ അഴിയൂ. അന്ന് രാത്രിയിൽ എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. ഒറ്റ മിനിറ്റ് എന്നെ നോക്കിയാട്ടെ. എല്ലാ ശ്രദ്ധകളും എനിക്കറിയാം. ലാസ്റ്റ് 1 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചാട്ടെ. അന്ന് രാത്രി എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. ആമേൻ. എന്റെ മാതാവ് യേശുവിനെ കണ്ടെത്തിയവളെ തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. അവിടെ മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രി സഭയോട് ഞാനൊരു വാക്ക് ഇറങ്ങി പറയാം. ശ്രദ്ധിച്ച ആ വാക്ക് കേൾക്കണം. പെന്തക്കോസി വരുമ്പോ പട്ടുമെത്തയാമോ? പെന്തക്കോസി വരുമ്പോൾ ചുവന്ന പരവതാനിയാണോ? പെന്തക്കോസി വരുമ്പോൾ പൂമാലയാണോ? സ്വോത്രാണോ? സ്വോത്രാശിയാണോ? എന്ന് ആരേലും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊടുകയോടെ ഞാൻ പറയാം, പെന്തക്കോസി വരുമ്പോൾ പട്ടുമെത്തയില്ല, ചുവന്ന പരവതാനിയില്ല, പൂമാലയില്ല, സ്വോത്രമില്ല, സ്വോത്രാശിയില്ല. വിദേശത്തുനിന്ന് പണം ഇല്ലച്ചാ, പിന്നെ ഇതിൽ വന്ന എരിയുന്ന തീച്ചൂളയായിരിക്കും. എന്നാൽ അതിനകത്തൂടെ കയറി ഇറങ്ങിപ്പോകുന്നവനെ പൊന്നുരുകുന്നത് പോലെ സ്വർഗം പുറത്തു കൊണ്ടുവരും. വിശ്വാസത്തിനകത്ത് വന്നതിന് ശേഷം നാട് വിട്ടു പോകേണ്ടി വന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യം. അവിടെ മുതൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ ആരംഭിക്കുക. സത്യം ഞാൻ അവിടെ പറഞ്ഞു നിർത്തുക. സ്തോത്രം. കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. സ്തോത്രം. വയനാടിന്റെ കാട്ടുപ്രദേശത്തിലേക്കുള്ള ചേക്കറുകൾ. 3.5 വർഷം അവിടുത്തെ താമസം. വിശ്വാസം ഞങ്ങളെ പഠിപ്പിച്ച നാട്. 3.5 വർഷത്തിന് ശേഷം വയനാട്ടിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കരയ്ക്കുള്ള മടങ്ങി വരും. വന്നതല്ല, ആരാണോ ഇറക്കി വിട്ടത് അവർ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി. സ്തോത്രം. തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇന്ന് രാത്രി യേശുവിന്റെ പേരിൽ ഒരു പടിയെങ്കിലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി മാന്യത നൽകി മാനിക്കുന്നൊരു ദൈവമുണ്ട്. തലമുറകളായി ഞങ്ങളെ നോക്കി നാട്ടുകാർ ചോദിച്ചു, ഇവരുടെ ഭാവി എന്തോ ആകും, ഇവരുടെ വീടെന്താകും. പിരിച്ച് നാട്ടിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ അപ്പൻ ആര്യം ചെയ്ത കാര്യം വീടിന്റെ പണി ആരംഭിച്ചു. നാട്ടിൽ ചെറുപ്പക്കാർ ചോരത്തിളപ്പുള്ളവർ എൻ്റെ അപ്പൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, അർജുന സാറേ, ശാപം വീണ്ടും വിളിച്ചു വരുത്താൻ വന്നതാണോ? ഇനിയും പണി തുടങ്ങിയ മരണം കാണും. എൻ്റെ അപ്പം പറഞ്ഞു, ഇല്ലടാ, ഇനി പണി തുടങ്ങിയ മരണം കാണുകയില്ല. ആമൻ. പണ്ട് കൂടെ ഒരാൾ പണിയാനില്ലായിരുന്നു, ഇപ്പൊ കൂടെ ഒരാൾ പണിയാനുണ്ടെന്ന്. അവർ ചോദിച്ചു, ഏത് എഞ്ചിനീയറാ സാറ് കൊട്ടേഷൻ കൊടുത്തേക്ക്? എൻ്റെ അപ്പം പറഞ്ഞു, എല്ലാ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ ഉണ്ട്, പുള്ളിക്ക് ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കുക. വീടിന്റെ പണി തുടങ്ങിയച്ചാ. നാട്ടുകാർ നോക്കി, ഇനി എന്നാ മരണം? ഇനി മരണമല്ല, ജീവനും പുനരുത്ഥാനവും ചലിക്കപ്പെടാൻ തുടങ്ങി. ശാപം മുഖത്തെ ദൈവം അടിക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തില്. ആമൻ. ഇന്ന് കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിലൂടെ നിങ്ങൾ പോയാൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡെർഫിൻ അച്ഛൻ ഇന്ന് രാത്രിയിൽ യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓടനാവട്ടത്തെ ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയൊക്കെ നടത്തിയിട്ടുണ്ട്. ആമേൻ. ഇന്ന് ഞങ്ങളുടെ ദേശത്തിനകത്ത് വന്നാൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു വീട് കാണാൻ കഴിയും. പരിത്യര വന്നിട്ട് അർജുനൻകുട്ടിയുടെ വീട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവർ പറയും, അർജുനൻകുട്ടിയുടെ വീടല്ല, ലൈവ് പോകുന്ന വാക്കുകളാണ്.
അവൻ ഇന്ന് രാത്രി ഒന്നും ഇറക്കി പറയാൻ എനിക്ക് നിർവാഹമില്ല, കയറ്റി പറയാനും എനിക്ക് പ്രമാണമില്ല. കാരണം ബൈബിൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകളുടെ ഗാംഭീര്യം ഇല്ലാതെ ഞാൻ പറയാം. ഇന്ന് ഞങ്ങളുടെ ദേശത്ത് വന്ന് അർജുനൻകുട്ടിയുടെ വീഡിയോ വെച്ചാൽ അവരാദ്യം പറയാം, അർജുനൻകുട്ടിയുടെ വീടല്ല, അർജുനൻകുട്ടിയുടെ ദൈവമോ അവരെ മാനിച്ചു. സ്തോത്രം. അതുപോലെ തല ഉയർത്തിപ്പിടിക്ക് നിൽക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് തന്നു. നാട്ടുകാരുടെ അടുത്ത് ചിന്ത പിള്ളേരെന്താകുമെന്ന. എനിക്ക് മുമ്പ് ഒരു സഹോദരിയുണ്ട്, ഇവളെ ജീവിതം എന്താകും, ഇവളുടെ ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്നതാ, ഇവക്ക് ഭാവി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിനകത്ത് അവൻ ഇവളെ വിദ്യാഭ്യാസം എങ്ങനെ എത്തത്തില്ല, ഇവക്ക് നല്ല ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് വലിയ ജോലിയൊന്നും കിട്ടിയില്ല. ജർമ്മനി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, നിന്റെ പിള്ളേരുടെ ഭാവിയല്ലയോ നാട്ടുകാരുടെ ചിന്ത. പെന്തക്കോസി വന്ന എന്റെ അനുഭവത്തെ ഞാൻ പറയാം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി മാനിപ്പാൻ ദൈവത്തിന് കഴിവുണ്ടമ്മേ. അടുത്ത നോക്കി ചേച്ചി നോക്കി ചോദ്യം, ഇവിടെ കല്യാണം നടക്കുകയില്ല, ജോലിയൊക്കെ കിട്ടി അവളങ്ങ് ജർമ്മനി കയറി പോയി, പക്ഷേ ഇവിടെ കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ 13 ദിവസം കൊണ്ടൊരു കല്യാണം ദൈവം കൊടുത്തു. ഞങ്ങൾക്ക് കുറേ അമ്മാവന്മാരുണ്ട്, കൊല്ലത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച കല്യാണം തന്നെ. ആമേൻ സ്തോത്രം. അതിനകത്ത് 2 അമ്മാവന്മാർ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർ പറഞ്ഞേച്ചും പോയൊരു വാക്ക്, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെന്ന്. നിന്റെ ദൈവം എന്തെന്ന് വെച്ചാൽ തീറ്റിപ്പിച്ച് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞു. അടുത്ത ചോദ്യം, ഇവർക്ക് പിള്ളേരുണ്ടാകുകയില്ല. സ്തോത്രം. കാരണം ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്ന അച്ഛാ, വരത്തുപോക്കുള്ള മണ്ണി വീട് വെച്ച് താമസിക്കുന്നവരെ പിള്ളേരുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്ക് ദൈവം ഒരു ആൺ സന്തതിയെ കൊടുത്തു, പേര് ജുവാൻ സാം കെന്നെത്തുന്ന. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇന്നവൻ 6 വയസ്സുണ്ട്. ആമൻ സ്തോത്രം. ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയെ കൂടെ ദൈവം കൊടുത്തച്ചാ, പേര് മഹിമാ സാം കെന്നെത്തുന്ന. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയും കൂടെ ദൈവം കൊടുത്തു, പേര് മിലാന സാം കെന്നെത്തുന്ന. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇപ്പൊ 3 പിള്ളേരുണ്ടച്ചാ. ഇടയ്ക്ക് ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ പറയും, ഇതും കൊണ്ട് നിർത്തണ്ടറി, കുറഞ്ഞത് 6 വേണം. ശാപം പിടിച്ച വീട്ടിൽ നിന്ന് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറയുന്ന പിശാചേ, ഉദരം ദൈവം തുറക്കുന്ന ദാനമാമേ, ആ ശാപമുഖം ഇന്ന് രാത്രി അടിയട്ടെ. ഉദരത്തിനകത്തുള്ള ചില ശാപമുഖം യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് സ്വീകരിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ പറ, ശാപമുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക, അന്ധകാര മുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക, ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയാൻ പോവുക. ദൈവമേശു അശൂർ എന്ന് പറയുന്ന പാളയത്തെ നോക്കി പറയുക, ഇനി നിന്റെ മുഖം അവൻ ചുമക്കത്തില്ല, അവന്റെ മുഖത്തെ ഞാൻ അടിക്കാൻ പോകുകയാണ്, അവന്റെ മുഖം ഞാൻ അടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരകളെ